ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഒരു പൂവിൻ്റെ മോഹം പാർട്ട് 3. പൂന്താനത്ത് നിന്നുള്ള മടക്കയാത്രയിൽ ഹരിഗോവിന്ദൻ തൊട്ടടുത്തുള്ള അമ്പലനടക്കൽ വണ്ടി നിർത്തി കാണിക്കയിട്ടു. അപ്പോഴാണ് വരുംവഴി പൂന്താന ഇല്ലത്തേക്കുള്ള വഴി പറഞ്ഞു കൊടുത്ത ശൂലപാണി വാര്യർ അമ്പലത്തിൻ്റെ ഒതുക്കിറങ്ങി വന്നത്. പൂന്താനത്തെ കണ്ടോ? വാര്യർ ഹരിയോട് തിരക്കി. കണ്ടു. ഹരി പുഞ്ചിരിച്ചു. ഭാഗ്യത്തിന് ആദ്യ ഇല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും വഴി കാട്ടി തന്നതിന് നന്ദി. മുമ്പൊരിക്കൽ വന്നിട്ടുണ്ടെങ്കിലും കാറിൽ തനിച്ചു വന്നപ്പോൾ നിക്കാകെ തപ്പലായി. എന്നേക്കാ സപ്താഹം? വാര്യരുടെ അടുത്ത കുശലം. സപ്താഹമല്ല, ഒന്നും ഒളിക്കണ്ടെന്ന് കരുതി ഹരി. നാളെ എല്ലാവരും അറിയുമല്ലോ. പെണ്ണ് കാണാനായി വന്നതാണ്. വാര്യരുടെ കണ്ണുകൾ വിടർന്നു. എവിടെ? പൂന്താനമില്ലത്ത്. അവിടെ 2 കുട്ടികളുടെയും പെൺകൊട കഴിഞ്ഞുവല്ലോ. ഇനിയിപ്പോ പൂന്താനത്തിന്റെ മരുമോള് കുട്ടിയല്ലേ ഉള്ളൂ. അത് പക്ഷേ... വാര്യരുടെ മുഖത്ത് ഒരു പരുങ്ങൽ പ്രകടമായി. ഹരിഗോവിന്ദന് ജിജ്ഞാസയായി. അത് പക്ഷേ എന്ത് പറയണമെന്നറിയാതെ വാര്യർ ചുറ്റും കണ്ണോടിച്ചു. അപ്പോൾ ആ വഴി വന്ന തുണ്ടത്തിൽ ശങ്കരനാരായണനും കാറിനരികിലെത്തി. ഏതേ വണ്ടി? ശങ്കരനാരായണൻ വാര്യരെ നോക്കി. പൂന്താനത്തിന്റെ മരുമോള് കുട്ടിയെ പെണ്ണ് കാണാൻ വന്നതാ ഈ തിരുവേനി. ആ മാരാച്ചക്കൻ്റെ ഒടൊപ്പം ഒളിച്ചോടാൻ പോയ പെണ്ണിനെയോ? ശങ്കരനാരായണൻ കണ്ണുമിഴിച്ചു. താൻ ഇങ്ങനെ ഒരു വിടുവായൻ, വാര്യർ ശാസിച്ചു. വല്ലവരും വല്ലതുമൊക്കെ പറഞ്ഞത് കേട്ടതൊക്കെ വിളിച്ചു പോവണത് സൂക്ഷിച്ചു വേണം. ഒരു പെൺകിടാവിന്റെ ജന്മം തൊലയണ കാര്യ. പറഞ്ഞു കേട്ടതല്ലല്ലോ. ശങ്കരനാരായണൻ വിട്ടില്ല. നിന്റെ കണ്ണോണ്ട് കണ്ടതല്ലേ. ആ രാത്രി ഇല്ലത്തിന്റെ മുറ്റത്ത് ഞാനും ഉണ്ടായിരുന്നേ. കണ്ണനെ വിളിച്ചു വരുത്തിയത് ഞാനാണെന്ന് ആ കുട്ടി ഏറ്റു പറയണതും കേട്ടേ. പ്രതിമയായി നിന്നുപോയി ഹരിഗോവിന്ദൻ. അനങ്ങാൻ കഴിയണില്ല, ശ്വാസം വിടാൻ പോലും. ദേവതയായി സങ്കല്പിച്ച പെൺകിടാവിനെ കുറിച്ചാണ് കേൾക്കണത്. ദേശക്കാരോട് അന്വേഷിക്കണമെന്ന് താമരയുടെ അമ്മാവി പറഞ്ഞതിൻ്റെ പൊരുൾ അയാൾക്ക് വ്യക്തമായി. ഞാനൊന്നും കണ്ടിട്ടില്ലാട്ടോ. വാര്യർ മര്യാദക്കാരനായി കൈ കഴുകി. ഓരോരുത്തർ പറഞ്ഞു കേട്ടതേ ഉള്ളൂ. കേട്ടതൊന്നും പുറത്തു മിണ്ടാനും ഞാനില്ല. വെറുതെ എന്തിനെ കന്യാശാപം തലയിലേറ്റണത്? പൂക്കുടയും തോട്ടിയുമായി വാര്യർ നടന്നുപോയി. ഹരിഗോവിന്ദൻ ഒരു നിമിഷം കൂടി ആലോചിച്ച് നിന്നു. പിന്നെ ഒരു നാണയം കൂടി എടുത്ത് കാണിക്കപ്പെട്ടയിലിട്ടു അയാൾ. വലിയൊരു കുരുക്കിൽ നിന്ന് തന്നെ രക്ഷിച്ചതിന് നന്ദിപൂർവ്വം. തൻ്റെ ദേവകിയുടെ അനാഥ കുട്ടിക്ക് ഇത്ര ഉന്നതമായൊരാലോചന വന്നതിൽ പൂന്താനം ജയന്തനുണ്ടായ സന്തോഷം അതിരറ്റതായിരുന്നു. കൃഷ്ണ ഭഗവാനെ, നെഞ്ചിൽ കൈ ചേർത്ത് അദ്ദേഹം മൗനമായി വിളിച്ചു. എൻ്റെ ജീവൻ ദാ ആ ചേവടികൾ വെക്കണു. എൻ്റെ കുട്ടിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടായി കണ്ടാൽ മാത്രം മതിക്ക്. പൂന്താനം ശരിക്കും ഭക്ത കുചേലനായി മാറി. കൃഷ്ണനെ കണ്ട് ദ്വാരകയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ തൻ്റെ ദാരിദ്ര്യമായ ഇല്ലം രാജകീയമായ മണിമാളികയായി മാറിയതിലുള്ള ആഹ്ലാദം ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഈ ആനന്ദം തൻ്റെ ഉറ്റ തോടനായ ചേമഞ്ചേരിയുമായി പങ്കിടാൻ നമ്പൂതിരിക്ക് തിടുക്കമായി. കഥകളി നടനാണ് ചേമഞ്ചേരി. പൂന്താനം നടിക്കുകയും പാടുകയും ചെയ്യും. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. സർവകലാ വല്ലഭനാണെങ്കിലും പൂന്താനം പക്ഷേ ഒന്നിലും ഒന്നാമനോ കേമനോ ആയിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ദൗർഭാഗ്യം. താത്രിക്കുട്ടി, ഞാനൊന്ന് ചേമഞ്ചേരിയെ കണ്ടിട്ട് വരാം. അകത്തേക്ക് നോക്കി നമ്പൂതിരി വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പം ഈ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് വിളമ്പാനാകും. വാതിക്കൽ മുഖം എത്തിച്ചുകൊണ്ട് സാവിത്രി പരിഹസിച്ചു. നടക്കുമോ എന്നറിഞ്ഞിട്ട് മതിയല്ലോ കൊട്ടി ആഘോഷം. കാള പറ്റൂന്ന് കേട്ടാൽ ഉടനെ കയറെടുത്തോണം. നമ്പൂതിരി മറുപടി ഒന്നും പറഞ്ഞില്ല. തോർത്തെടുത്ത് ചുമലിലിട്ട് പഴയ കുടയുമായി ഒതുക്കിറങ്ങി. പൂന്താനം പടിപ്പുര കടന്നു എന്നുറപ്പായതും സാവിത്രി താമരയെ വിളിച്ചു. കുട്ടി. പതിവില്ലാത്ത സ്നേഹം കണ്ട് താമരയ്ക്ക് ആശ്ചര്യമായി. നോക്ക്, അമ്മായിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുമുണ്ട്. താമര വിടർന്ന മിഴികളോടെ അമ്മായിയെ നോക്കി നിന്നു. കുളിപ്പരയിൽ തുണി തിരുകുകയായിരുന്നു അവൾ. അപ്പോഴാണ് സാവിത്രി പുതിയൊരു മുഖവുമായി മുകളിലെ പടവിലെത്തിയത്. ഇന്ന് വന്ന അയാളെ കുട്ടിക്ക് മുമ്പേ അറിയൂ? അവർ താമരയോട് ചോദിച്ചു. എന്ത് പറയണമെന്നറിയാതെ താമര കുഴങ്ങി. എന്താ അച്ചാലും പറഞ്ഞോളൂ. അമ്മായി നിന്നോട് ദേഷ്യപ്പെടില്ല. നിന്റെ നന്മയ്ക്ക് അമ്മായി എന്തും പറയും. ആശുപത്രി വെച്ച് കണ്ടിട്ടുണ്ട്, താമര പറഞ്ഞു. വഴി വെച്ച് മറ്റൊരിക്കൽ കണ്ടപ്പോൾ ഇഷ്ടമാണെന്ന മട്ടിൽ എന്തോ പറഞ്ഞു. ചെരുപ്പൂരി അടിക്കാമായിരുന്നില്ലേ കുട്ടിക്ക്? സാവിത്രി ചോദിച്ചു. കൊള്ളരുതാത്തവനാ അവൻ. മുഖം കണ്ടാൽ അറിയാം. നിന്റെ അമ്മാമ്മയ്ക്ക് നല്ല വാക്ക് പറയണവരെല്ലാം യോഗ്യന്മാരാ. നീയും അതേപോലെ മണ്ടിയാവരുത്. ജീവിതം കുട്ടിച്ചോറാവും. പ്രത്യേകിച്ചും
കാണാൻ ഇത്തിരി അധികം അഴകുള്ള കുട്ടിയാ നീ. നിന്റെ സ്ഥാനത്ത് ഊർമിളയോ ഉത്തരയോ ആയിരുന്നെങ്കിൽ ഒറ്റ നോട്ടം കൊണ്ട് അയാളെ നിലയ്ക്ക് നിർത്തിയാനെ. സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞ് ഇല്ലത്ത് വന്ന് വേളി ആലോചിച്ച് ഇല്ലത്തുള്ളവരുടെ ആശീർവാദം വാങ്ങിയെടുത്താൽ വീണ്ടും വഴി വെച്ച് കാണുമ്പോൾ നിന്നെ പാട്ടിലാക്കാലോ. അതാ ഉന്നം. ഉത്രത്ത് മനയിൽ നിന്നാണെന്ന് കേട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇത് നടക്കില്ലാന്ന്. അവരാരാ? അവർക്ക് എവിടുന്ന ഒരു പെൺകിടാവിനെ കിട്ടാത്തത്? കേട്ടു നിന്നതല്ലാതെ താമര ഒരക്ഷരവും ശബ്ദിച്ചില്ല. ചതിച്ചു വലിച്ചെറിഞ്ഞാൽ ചോദിക്കാൻ ആരാ ഉള്ളത് നിനക്ക്? സാവിത്രി താമരയെ നോക്കി. പേര് ദോഷം കേൾപ്പിച്ചാൽ ഈ ഇല്ലത്തിനകത്ത് കടത്തില്ല ഞാൻ. വല്ല കടത്തെണ്ണയിലും കിടക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. അനുസരണയുള്ള കുട്ടിയാണ് നീയെങ്കിൽ ഇനി അയാൾ വർത്താനം പറഞ്ഞു വരുമ്പോൾ എന്നോട് മിണ്ടണ്ടാന്ന് പറഞ്ഞോണം. മിണ്ടിയ വഴിയിൽ നിന്ന് ഉറക്കെ കരഞ്ഞോണം. അതേ മാർഗമുള്ളൂ. താമര ദീർഘമായെന്ന് നിശ്വസിച്ചു. ഒന്നുകൂടി സാവിത്രി തുടർന്നു. അമ്മാമ്മയെടുത്ത് ഈ ആലോചന ഇഷ്ടമല്ലാന്ന് തുറന്നു പറഞ്ഞോളൂ. അമ്മായി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞേക്കരുത്. പക്ഷേ അമ്മായി നിനക്ക് ഇതിൽ യോഗ്യനായ ഒരാളെ കണ്ടുപിടിച്ചു തരും. കുറെ പണം ഉള്ളത് കൊണ്ട് കാര്യമില്ല, സ്വഭാവ ഗുണം ഉണ്ടാവണം. അങ്ങനെ ഒരുത്തം വന്നാലേ നിന്റെ കണ്ണീര് തോരൂ. നിന്റെ അമ്മയെ വേട്ടതും പേര് കേട്ട ഇല്ലത്തേക്കാണല്ലോ. എന്നിട്ട് നിന്റെ ഗതി എന്തായെന്ന് ഓർത്താ മതി, മാത്രം മതി. അവസാനത്തെ 2 വാചകങ്ങൾ താമരയെ വല്ലാതെ നോവിച്ചു. സമ്പന്നനായ അച്ഛൻ്റെ മുഖം പോലും അവൾ കണ്ടിട്ടില്ല. അച്ഛന് 2ാം വേളിയും മക്കളുമുണ്ട്. വടക്ക് മേൽപ്പോട് എന്ന പേര് കേട്ട ഇല്ലത്ത് അച്ഛൻ സുഖമായി ജീവിച്ചിരിക്കണുണ്ടെന്നറിയാം. ആ മനസ്സിൽ തന്നെ സംബന്ധിച്ചൊരു നുറുങ്ങ് ഓർമ്മ പോലും കാണില്ല. പക്ഷേ തനിക്ക് ആ മുഖം സങ്കല്പിക്കുമ്പോൾ താമര പെട്ടെന്ന് മുണ്ടിന്റെ കോന്തല കൊണ്ട് കണ്ണുകളൊപ്പി. നീ കരയണ്ട, സാവിത്രി ആശ്വസിപ്പിച്ചു. നിനക്കൊരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. താമരയുടെ കണ്ണുകൾ മിഴിഞ്ഞു. സ്നേഹഭാവത്തിൽ സാവിത്രി അവളെ ചേർത്ത് പിടിച്ചു. നീ എന്തിനാ മോളെ അതിനിങ്ങനെ പരിഭ്രമിക്കണത്? ഉത്രത്തെ ആ അഴകിയ രാവണനുമായി നിനക്ക് പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ലല്ലോ. നിന്നെ ചതിക്കാത്ത ഒരുത്തം വേണോന്നല്ലേ ഉള്ളു നിനക്ക്. നമ്മുടെ അമ്പലത്തിലെ കീഴ്ശാന്തിയില്ലേ രാമൻ, അവനെന്താ ഒരു തകരാറ്? താമര വല്ലാതെ കിതച്ചുപോയി. അതിന്റെ കാരണം സാവിത്രിക്ക് അറിയാമായിരുന്നു. മന്ദബുദ്ധിയാണെന്നൊക്കെ പറയണത് വെറുതെയാ. അവന്റെ കാര്യങ്ങൾ അവൻ തന്നെയല്ലേ നോക്കണത്. ഇല്ലാച്ച ശാന്തിന്ന് ഒഴിപ്പിക്കില്ലേ? ഇത്തിരി വണ്ണക്കൂടുതലുണ്ട്. ഉയരം അസാരം കമ്മിയുമാ. കാഴ്ചയ്ക്ക് ഒരിത്തിരി ഭംഗിക്കുറവുണ്ട്. അതുകൊണ്ടെന്താ? മറ്റു പെണ്ണുങ്ങളുടെ പിന്നാലെ പോവില്ലാലോ. 5 പൈസ സ്ത്രീധനവും കൊടുക്കണ്ട. അമ്പലത്തിനരികിലെങ്ങാൻ ഒരു കൊച്ചു വാടക വീടെടുത്ത് നിങ്ങൾക്ക് സുഖമായി പാർക്കാം. സ്വന്തക്കാരും ഇല്ലാത്തത് കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. 2 പേരുടെ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയും കഴിയാം. അമ്മായിയുടെ ഉദ്ദേശം താമരയ്ക്ക് വ്യക്തമായി. രാമന്റെ പത്നിയായാൽ താൻ ഒരു കാലത്തും ഈ ഇല്ലം വിട്ടു പോവില്ലെന്നറിയാം. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ആളാണ് രാമൻ. മറ്റുള്ളവർക്ക് പരിഹസിക്കാനും അടിമപ്പണി ചെയ്യാനുമുള്ള ജന്മം. സഹതാപമുണ്ട്. പക്ഷേ താനും ആ കൂടെ ചേർന്നാൽ ഈ ഇല്ലത്ത് 2 അടിമകളെ ഉണ്ടാവുകയുള്ളൂ. എന്താ മോളെ നീ ഒരക്ഷരം മിണ്ടാത്തത്? സാവിത്രി ചോദിച്ചു. കുട്ടികൾ ഉണ്ടാവുന്നായിരിക്കും നിന്റെ സംശയം. ഇതുപോലുള്ള എത്രയോ എണ്ണങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരിക്കണോ? നല്ല ബുദ്ധിയും ആൾവലിപ്പമുള്ള കുട്ടികൾ. ഇനിയൊരു പക്ഷേ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ തന്നെ ഊർമിളയുടെ ഉത്തരയുടെയും കുട്ടികളെ ലാളിച്ച് അവരിൽ ആരുടെങ്കിലും ഒപ്പം കഴിയാലോ നിനക്ക്. എനിക്ക് പെൺകൊടയെ വേണ്ടമ്മായി, താമര പറഞ്ഞു. ഞാനിവിടെ അമ്മായിയോടൊപ്പം കഴിഞ്ഞോളാം. മറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മോഹിനി രൂപം വെടിഞ്ഞ് അമ്മായി രാക്ഷസിയാവൂന്ന് അവൾക്കറിയാമായിരുന്നു. താമര പറഞ്ഞത് പക്ഷേ സാവിത്രിക്ക് അത്ര വിശ്വാസമായില്ല. ഉത്രത്തെ ഉണ്ണിയിൽ അവൾക്കൊരു കമ്പം കയറിയിട്ടുണ്ടോ എന്ന് സാവിത്രിക്ക് സംശയം. പെൺകിടാങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. പുരുഷന്റെ സൗന്ദര്യമേ അവർ ആദ്യം കാണൂ. ഹരിഗോവിന്ദനാണെങ്കിൽ ഒരു പച്ച കാമദേവനും. ചേമഞ്ചേരിയെ കാണാൻ പോയ ജയന്തൻ നമ്പൂതിരി സന്ധ്യയോടെയാണ് തിരിച്ചെത്തിയത്. അത്താഴം കഴിക്കുമ്പോൾ നമ്പൂതിരി സാവിത്രിയോട് പറഞ്ഞു, ഹരിഗോവിന്ദനെ ചേമഞ്ചേരിക്ക് അറിയാത്രേ. ഉത്രത്ത് അയാൾ കളിക്കും പോയിട്ടുണ്ടത്രേ. എന്തേ അയാൾ പറഞ്ഞത്? സാവിത്രിക്ക് ജിജ്ഞാസയായി. നല്ല ചെറുപ്പക്കാരനാണത്രേ, നമ്പൂതിരി അറിയിച്ചു. സമർത്ഥൻ, എന്തിനും പോന്നവൻ, കമിഴ്ന്ന് വീണാൽ കാൽപ്പണം എന്ന പ്രകൃതം. നോക്കിയും കണ്ടുമേ എന്തും ചെയ്യും. ഒരപകടത്തിലും ചെന്ന് ചാടില്ല. അച്ഛനെപ്പോലെ ബുദ്ധി രാക്ഷസൻ. അതുകൊണ്ട് ബിസിനസ് ആയാലും ഒട്ടും പേടിക്കാനില്ലാത്രേ. ഇത് നടന്നാൽ താമരയുടെ ഭാഗ്യമെന്നാ ചേമഞ്ചേരി പറഞ്ഞത്. നമ്പൂതിരിക്ക് ഊണ് വിളമ്പുകയായിരുന്നു താമര. അവളുടെ മുമ്പിൽ വെച്ച് ഹരിഗോവിന്ദനെ അത്ര പുകഴ്ത്തിയത് സാവിത്രിക്ക് തീരെ ഇഷ്ടമായില്ല. ഹരിഗോവിന്ദനെ കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെയൊന്നും അല്ലല്ലോ, സാവിത്രി വാദിച്ചു. നന്നായി മദ്യം സേവിക്കൂ അത്രേ. നാരീ സേവയും ഒട്ടും കുറവല്ല പോലും. പണമുണ്ട്, സാമർഥ്യമുണ്ട്.
എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ കാര്യം? എന്തന്ധകരണായി പറയണത്? സാവിത്രിയെ നോക്കി നമ്പൂതിരി കണ്ണു മിഴിച്ചു. ആരാ ഇതൊക്കെ തന്റെ അടുത്ത് പറഞ്ഞത്? അതറിഞ്ഞാലേ സമാധാനാവൂ. സാവിത്രി ഒച്ചയുയർത്തി. ചേമഞ്ചേരിയെ പോലെ പറ്റിപ്പുകാരല്ലെന്ന് ഉറപ്പിച്ചോളൂ. ഹരിഗോവിന്ദന്റെ അടുത്തുനിന്ന് കോഴ വാങ്ങിയിട്ടുണ്ടാവും ഈ ചേമഞ്ചേരി. മക്കൾ ഒന്നും രണ്ടും അല്ലല്ലോ. കാശിന് വേണ്ടി അയാൾ എന്തും ചെയ്യും. എന്നുവെച്ച് നമുക്കതിനാവില്ലാലോ. അമ്മയില്ലാത്ത ഈ കുട്ടീനെ കൊള്ളരുതാത്തൊരുത്തൻ്റെ തലയിൽ കെട്ടിവെക്കണോ? ഞാൻ പെറ്റില്ല. നിങ്ങളുടെ ഉടപ്പിറന്നോടെ മോളാ. എന്നുവെച്ച് വല്ലോൻ്റെയും പണം കണ്ട് അതിനെ കുരുതി കഴിക്കണോ? നമ്പൂതിരിയുടെ നാവ് താണു. ചേമഞ്ചേരി കളവ് പറയില്ല എന്നറിയാം. പക്ഷേ ഹരിഗോവിന്ദനെക്കുറിച്ച് ചേമഞ്ചേരിക്ക് കിട്ടിയ അറിവ് ശരിയല്ലെങ്കിലോ? പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്താച്ചാ നിങ്ങൾ അമ്മാമ്മയും മരുമോളും കൂടി തീരുമാനിക്കുക. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മായിയുടെ പോരായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നും. സാവിത്രി മുറി വിട്ടുപോയി. തൻ്റെ മക്കളേക്കാൾ ഉയരത്തിൽ ഈ അനാഥ കുട്ടി പൊങ്ങരുതേ എന്ന അവർക്കുള്ള ഉദ്ദേശമുള്ളൂ. തങ്ങളെക്കാൾ ഉയരത്തിൽ അവൾ എത്തിയാൽ ദേശക്കാർ പരിഹസിക്കുമോ എന്നും സാവിത്രിക്ക് ശങ്കയുണ്ട്. കുട്ടി വിഷമിക്കണ്ട, നമ്പൂതിരി താമരയോട് പറഞ്ഞു. അമ്മാമ്മ ഒന്നുകൂടി തിരക്കാം, എന്നിട്ടേ അത് വിടണുള്ളൂ. താമര യാതൊരു മറുപടിയും പറഞ്ഞില്ല. ആശുപത്രിയിൽ എത്തിയപ്പോൾ അവൾ എല്ലാ ഹൃദയകുമാരി അറിയിച്ചു. അമ്മായിയുടെ കുൽസിതങ്ങൾക്കൊന്നും നിന്റെ വിധിയെ തിരുത്താനാവില്ല താമരെ. ഡോക്ടർ ധൈര്യം കൊടുത്തു. നിങ്ങൾ തമ്മിൽ വിവാഹയോഗം ഉണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ ഇതിലും നല്ലൊരാലോചനയാവും നിനക്കായി കാത്തിരിക്കുക. ഒരാഴ്ച കടന്നുപോയി. വഴിയിലൊന്നും പിന്നീട് ഹരിഗോവിന്ദനെ കണ്ടതേയില്ല. താമര അവൾക്കതൊരു ആശ്വാസമായിട്ടാണ് അനുഭവപ്പെട്ടത്. അർഹതയ്ക്കപ്പുറമുള്ള ആ മഹാഭാഗ്യത്തോട് താമരയ്ക്ക് അല്പവും കൊതിയില്ലായിരുന്നു. ഒരു ദിവസം താമര ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ ക്ഷേത്രനടയ്ക്കൽ ജയന്തൻ നമ്പൂതിരി തൊഴുതു നിൽക്കുന്നുണ്ട്. താമരയെ കണ്ടത് നമ്പൂതിരി ഒപ്പം നടന്നു. നിനക്ക് വേണ്ടിയാ മോളെ അമ്മമ്മ പ്രാർത്ഥിച്ചത്. ഹരിഗോവിന്ദൻ്റെ ആ ആലോചന നടക്കണേന്ന്. നടക്കുകയാണെങ്കിൽ നടന്നാൽ മതി അമ്മാമ്മേ, താമര പറഞ്ഞു. അതേപ്പറ്റി ഞാൻ അത്രയൊന്നും ആശിക്കണതേ ഇല്ല. ജോലി ചെയ്ത് ജീവിക്കാമല്ലോ. സ്നേഹിക്കാൻ എനിക്ക് എൻ്റെ അമ്മാമ്മയുണ്ടല്ലോ, എനിക്കത് മതി. അങ്ങനെയല്ല മോളെ, നമ്പൂതിരി അറിയിച്ചു. ഹരിഗോവിന്ദനെ പറ്റി നിന്റെ അമ്മായി പറഞ്ഞതല്ല ശരി, ചേമഞ്ചേരി പറഞ്ഞതാ. ആ ആലോചന നടന്നാൽ മഹാഭാഗ്യം തന്നെയാ എല്ലാവരും പറയണത്. ഞാൻ ഭാഗ്യവതി അല്ലല്ലോ അമ്മാമ്മേ. താമര നമ്പൂതിരി നോക്കി. എൻ്റെ അമ്മയെ പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. ആ നഷ്ടം ദൈവം വേറെ രീതിയിൽ നികത്തും മോളെ, നമ്പൂതിരി പറഞ്ഞു. ഏതായാലും ചേമഞ്ചേരി അയച്ച് ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു ഞാൻ. ഇഷ്ടപ്പെട്ടു വന്ന് കണ്ടിട്ട് പോയിട്ട് പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ. അത് ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനക്കുറവ്. ചേമഞ്ചേരി പോയി വന്ന് വിവരം പറഞ്ഞപ്പോൾ നമ്പൂതിരി തളർന്ന് ഇരുന്നു പോയി. എന്തേ എന്തേ ഉത്രത്തൂന്ന് പറഞ്ഞത്? ചേമഞ്ചേരിയും നമ്പൂതിരിയും തമ്മിലുള്ള രഹസ്യ സംഭാഷണം അവസാനിച്ചതും സാവിത്രി ചോദിച്ചു. ആരോ എൻ്റെ കുട്ടിയെ ചതിച്ചു. നമ്പൂതിരി നെഞ്ചിലാഞ്ഞു തല്ലി. ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ആരോടുമൊപ്പം ഒളിച്ചോടാനും ഒരുങ്ങിയില്ല. എന്നിട്ടും അതിൻ്റെ ഭാവി നശിച്ചുല്ലോ. മറ്റുള്ളൊരു കാരണം എന്തേ പറ്റിയെന്ന് പറയൂ നിങ്ങൾ. സാവിത്രിക്ക് ഈർഷ്യയായി. നിന്റെ കുട്ടി ആരോടൊപ്പം ഒളിച്ചോടാൻ ഒരുങ്ങിയെന്ന് ആരോ ഹരിഗോവിന്ദനടുത്ത് പറഞ്ഞു കൊടുത്തു അത്രേ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഒക്കെ കള്ളക്കഥകളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ചേമാഞ്ചേരി വിശദീകരിച്ചു. പക്ഷേ ആ കുട്ടം വിശ്വസിക്കണ്ടേ? എവിടെയോ കല്ല് കടിച്ചു. ഇനി ശരിയാവില്ല എന്നാണ് അത് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, നമ്പൂതിരി എഴുന്നേറ്റു. ഞാൻ ചെന്ന് പറയാം. ഞാൻ ആ കുട്ടൻ്റെ കാല് പിടിക്കാം, നിന്റെ കുട്ടിയെ രക്ഷിക്കണമെന്ന് പറയാം. വേണ്ട എന്ന് പറയാൻ വായി തുറന്നതാണ് സാവിത്രി. പക്ഷേ പറഞ്ഞത് താമരയാണ്. എനിക്ക് വേണ്ടി എൻ്റെ അമ്മാമ്മ ആരുടെയും കാല് പിടിക്കണ്ട. ഞാൻ ഒളിച്ചോടാൻ ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ഇനി ഈ നാട്ടുകാർ വിശ്വസിക്കുമോ? വിശ്വസിക്കണമെങ്കിൽ സത്യം പറയണം. അതിനി പറയാനാവുമോ? എനിക്ക് വന്ന ചീത്തപ്പേര് ഇനി മറ്റാർക്കും ഞാൻ പങ്കുവെക്കണില്ല അമ്മാമേ. അദ്ദേഹം വിചാരിച്ചത് അതേപോലെ ഇരിക്കട്ടെ. ഏതെങ്കിലും ഭാഗ്യമുള്ള ഒരു കുട്ടിയെ വേളി കഴിക്കട്ടെ. എനിക്ക് ഒരു ഭാഗ്യം കിട്ടി. വന്ന് കണ്ടതല്ലേ ഉള്ളൂ. പെൺകൊട തീരുമാനിച്ചില്ല, പാണിഗ്രഹണവും നടത്തിയില്ല. അതിനുശേഷമാണ് ഇങ്ങനെയെന്ന് ആ കാതിലെത്തിയിരുന്നെങ്കിലോ? താമരയുടെ ആ മനസാന്നിധ്യത്തിൽ ചേമഞ്ചേരിക്കായിരുന്നു ഏറെ മതിപ്പ് തോന്നിയത്. അയാൾ സന്തോഷത്തോടെ നമ്പൂതിരിയെ നോക്കി. തിരുമേനി ഒട്ടും വിഷമിക്കണ്ട, ഈ കുട്ടിക്ക് ഇതിലും നല്ലൊരാളെ കിട്ടും. അതിനായിട്ടാ ഇത് മുടങ്ങിയത്. എൻ്റെ മോളെ, താമരയെ നോക്കി നമ്പൂതിരി കരഞ്ഞു. എന്തിനാ സങ്കടപ്പെടണത്? സാവിത്രി ചോദിച്ചു. നമ്മുടെ കുട്ടി രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. അവൾ പറഞ്ഞതുപോലെ പെൺകൊട കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു സംശയം തോന്നണതെങ്കിലോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വേളി കഴിക്കാനുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല അയാൾ വന്നത്.
കാണാൻ ഭംഗിയുള്ള ഒരു സാധു കുട്ടിയെ വേളി കഴിച്ചോളാന്ന് പറഞ്ഞ് വശീകരിക്കാന്ന് കരുതി. താമരയുടെ അടുത്ത് നിന്ന് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഇല്ലാത്തൊരു കാരണം ഉണ്ടാക്കി അയാൾ ഒഴിഞ്ഞു. അത്രേ ഉള്ളൂ. തിരിഞ്ഞ് അകത്ത് ചെന്നപ്പോൾ ശബ്ദം താഴ്ത്തി സാവിത്രി പിറുവിറുത്തു. ഈശ്വര, ഇത്ര പിടിയുന്നു ഇത് ഒഴിഞ്ഞു പോകുമെന്ന് ഞാൻ നിരീക്ഷിച്ചതേയില്ല. ഇനിയിപ്പോൾ നേർന്ന വഴിപാടുകൾ കഴിക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു ആവോ. സാവിത്രിയുടെ പിന്നാലെ അകത്തേക്ക് വന്ന താമര അത് കേട്ടു. അവൾ അത് കേട്ടതായി നടിച്ചില്ല. പിറ്റേന്ന് ഇടവഴിയിൽ വെച്ച് ഓർക്കാപ്പുറത്താണ് താമരയുടെ മുന്നിൽ കണ്ണൻ പ്രത്യക്ഷനായത്. താമരയെ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. ക്ഷമിക്കണം, അപവാദം കേൾപ്പിക്കാനല്ല, ക്ഷമാപണം ചെയ്യാനാ. എന്തിനെ ക്ഷമാപണം? താമര തിരക്കി. ഞാൻ കാരണം കുട്ടിക്ക് വന്നൊരു വിവാഹാലോചന മുടങ്ങിപ്പോയി എന്നറിഞ്ഞു. സാരയില്ല, എനിക്കതിൽ വിഷമമൊന്നുമില്ല. ആരും മുടക്കിയില്ലെങ്കിലും അത് നടക്കുമായിരുന്നില്ല. എന്തേ, താമരയ്ക്കത് ഇഷ്ടമില്ലായിരുന്നോ? ഇഷ്ടമോ അനിഷ്ടമോ ഉണ്ടായിട്ടല്ല, അർഹിക്കാത്ത ഭാഗ്യം നമ്മളെ ശ്വാസം മുട്ടിക്കും. ഇപ്പം എനിക്ക് ആശ്വാസമാണ് തോന്നണത്. എന്നാലും ഇനി ആലോചനകൾ വരും. ഇനിയും ചിലപ്പോൾ മുടങ്ങിയെന്നും വരും. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ലല്ലോ, മറ്റു പലരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? പെൺകുട്ടികൾ അതൊക്കെ അവഗണിക്കാൻ പഠിക്കണതാണ് നല്ലത്. എന്നാലും ഞാനൊരു പോംവഴി പറഞ്ഞാലോ? താമര ചോദ്യഭാവത്തിൽ കണ്ണനെ നോക്കി. പാവപ്പെട്ടവനാ ഞാൻ, കണ്ണൻ തുടർന്നു. ഈ അമ്പലത്തിലെ കഴകം കൊണ്ടാ ജീവിതം. ഇത് കൊണ്ട് 3 സഹോദരിമാരും അമ്മയും കഴിയണം. എന്നിട്ടും ഉത്തര നിർബന്ധിച്ചപ്പോൾ ഉത്തരയും കൂടെ കൂട്ടാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഉത്തര വന്നില്ല. ആ കുട്ടി വേറെ ആളോടൊപ്പം പോയി. എനിക്കതിലിപ്പോൾ വിഷമവും ഇല്ല. കണ്ണൻ എന്താണ് പറഞ്ഞു വന്നതെന്നറിയാതെ താമര അമ്പരന്നു. താമരയുടെ ആലോചന മുടങ്ങിയതറിഞ്ഞ് ഇന്നലെ രാത്രി എൻ്റെ പാവപ്പെട്ട അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നൂടെയെന്ന്. അരപ്പട്ടിണിയാണെങ്കിലും മനസ്സ് നിറയെ അമ്മ സ്നേഹം കൊടുത്തോളാന്നു. ഒന്ന് നിർത്തിയിട്ട് കണ്ണൻ താമരയെ നോക്കി. താമര തീർത്തും തളർന്നുപോയി. അവളുടെ മിഴികൾ തുളുമ്പി. അമ്മ പറഞ്ഞതാണ്, കണ്ണൻ വിശദമാക്കി. എൻ്റെ അഭിപ്രായമല്ല, എങ്കിലും അമ്മയ്ക്ക് ഞാനൊരു മറുപടി നൽകി. താമര വരുമോയെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വിളിക്കാമെന്ന്. അതിന് പ്രകാരം ഞാൻ വിളിച്ചു. ഇതെൻ്റെ പ്രായച്ചിത്തമാണ്. ഞാൻ വിളിച്ചത് തെറ്റായെങ്കിൽ അതിനുള്ള ക്ഷമാപണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അയാൾ ആകാംക്ഷയിൽ താമരയെ നോക്കി. താമര പക്ഷെ ശബ്ദിച്ചില്ല. കണ്ണുകളിൽ നിന്ന് തുളുമ്പി അടർന്ന കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. എന്തിനെ താമര കരയണത്? കണ്ണൻ ആരാഞ്ഞു. പറയരുതാത്തതാണോ ഞാൻ പറഞ്ഞത്? താമര പെട്ടെന്ന് കണ്ണു തുടച്ചു. എങ്കിലും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. മനസ്സാഗ്രഹിച്ച് ഞാൻ പറഞ്ഞതല്ല, അപരാധിയെപ്പോലെ കണ്ണൻ അറിയിച്ചു. അമ്മ പ്രേരിപ്പിച്ചത് കൊണ്ടും താമരയുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ടുള്ള സഹാനുഭൂതി കൊണ്ടും. തെറ്റായെങ്കിൽ കുട്ടി പൊറുക്കുക. ഇങ്ങനെയൊരു സംസാരം ഉണ്ടായിട്ടില്ല എന്ന് കരുതുക. തെറ്റായിട്ടല്ല, ഇടർന്ന സ്വരത്തിൽ താമര പറഞ്ഞു. ഒരിക്കൽ എപ്പോഴോ കണ്ണൻ പറഞ്ഞു ഓർമ്മയുണ്ട് എനിക്ക്. മാരാത്തെ 3 അനിയത്തിമാർക്കൊപ്പം താഴെയുള്ള 4ാമത്തെ അനിയത്തിയുടെ സ്ഥാനത്ത് എന്നെ കാണുന്നതെന്നും എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് ഞാൻ തിരിച്ചും കണ്ടു. അതായിരുന്നു എനിക്കും ഇഷ്ടം. പൊറുക്കുക. കൈകൾ പിണച്ച് കാതിൽ പിടിച്ച് ഏത്ത വിടും പോലെ ഒന്ന് കുനിഞ്ഞ് കണ്ണൻ പറഞ്ഞു. പാപമായിപ്പോയി ഞാൻ പറഞ്ഞത്. ആഗ്രഹിച്ച് പറഞ്ഞതല്ലാന്ന് പറഞ്ഞുവല്ലോ, എന്നാലും മാപ്പ്. സാരയില്ല. താമര കണ്ണുനീരിൽ പുഞ്ചിരിച്ചു. ഇങ്ങനെയൊരു സംസാരം നടന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. സഹാനുഭൂതി തോന്നണ ഏത് പെൺകുട്ടിയെയും ഒരു പുരുഷന് സഹോദരിയുടെ സ്ഥാനത്ത് കണ്ട് സഹായിക്കാനാവും. ആ സഹായം എനിക്ക് വേണം. വിവാഹം കഴിച്ച് എല്ലാവരെയും സഹായിക്കാനാവില്ലല്ലോ. അതിന് കർമ്മബന്ധം വേണം. അതെന്താണെന്ന് ആർക്കറിയാം? ഗൾഫിൽ പോകാനൊരു ഓഫർ വന്നിട്ടുണ്ട്, കണ്ണൻ പറഞ്ഞു. വസ്തു പണയപ്പെടുത്തിയായാലും ഒന്ന് ശ്രമിച്ചാലൊന്ന് ആലോചിക്കുക. 30 എത്തണതിന് മുമ്പെങ്കിലും അനിയത്തി കുട്ടികളെ 3 കല്യാണം കഴിച്ച് അയക്കണമെന്നുണ്ട്. ആരുമില്ല എന്ന തോന്നല് എപ്പോഴെങ്കിലും തീണ്ടിയാൽ ഒരമ്മയും ഏട്ടനും ആ മാരാരത്തുണ്ടെന്ന് കൂട്ടാൻ താമരയ്ക്ക്. ഞാൻ നടക്കുക പറഞ്ഞിട്ട് തിടുക്കത്തിൽ നടന്നു നീങ്ങി കണ്ണൻ. എന്നാൽ താമരയ്ക്ക് ചലിക്കാൻ അല്പസമയം വേണ്ടി വന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു കവിഞ്ഞിരുന്നു. ആരുമില്ലാത്തവളായതുകൊണ്ടാവാം, സ്നേഹത്തിൻ്റെ ഒരു സ്വരം കേൾക്കുമ്പോഴേ മനസ്സ് സമുദ്രമായി ഇരമ്പും. പെട്ടെന്ന് വികാരം അടക്കാൻ കഴിയാതെയാവും. ആശുപത്രിയിൽ എത്തിയാൽ താമര മറ്റൊരാളായി മാറും. എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവളാണ്. എല്ലാവർക്കും അവളെ അത്യാവശ്യവുമാണ്. താമര സിസ്റ്റർ എന്ന് വിളിക്കുന്നിടത്ത് തേൻകിനിയും. എന്തേ ആ സിസ്റ്ററെ താമര എന്ന് വിളിക്കണത്? ചിലർ ഒപ്പമുള്ളവരോട് സംശയം ചോദിക്കണത് കേൾക്കാം. അതിൻ്റെ പേരതാ. അങ്ങനെ ഒരു പേരുണ്ടാവുമോ? അച്ഛനും അമ്മയിട്ട പേരാ? സംശയം തീരാത്ത സ്വരം. അല്ലാതെ പിന്നെ. എന്നാലും ആ പേര് നന്നായി ചേരണുണ്ട് കേട്ടോ. കണ്ടാലും ഒരു താമര തന്നെ, വിടർന്ന് ഭംഗിയുള്ള പൂവ്.
ആരോ ഒരിക്കൽ പറഞ്ഞു. അമ്മാമ്മ നൽകിയ പേരാണ്. അമ്മായി അതിനെ നിരന്തരം കളിയാക്കുകയും ചെയ്യും. താമരെ, നിന്റെ കല്യാണാലോചന എവിടം വരായി? സിസ്റ്റർ ചിത്ര രഹസ്യമായി തിരക്കി. നടക്കണ ലക്ഷണം വല്ലതും ഉണ്ടോ? ആൾ വലിയ പണക്കാരനായ സ്ഥിതിക്ക് സംഗതി നടന്നാൽ താൻ പിന്നെ ഇവിടെ കാണില്ലെന്നുള്ളത് ഉറപ്പാ. താൻ ഇവിടെ ഉള്ള ഇത്രയും കാലം. താമരയുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. ആര് പറഞ്ഞു ആലോചനയുടെ കാര്യം? താൻ എത്ര വിളിച്ചാലും അതൊക്കെ ഞങ്ങൾ അറിയില്ലേ. സംഗതി നടക്കുമെന്ന് പറയും. ആദ്യ ആലോചന തന്നെ നടക്കണതാ നല്ലത്. ഒന്നാമൻ ഓണപ്പോവെന്നാ. ആദ്യത്തേത് നടന്നില്ലെങ്കിൽ പിന്നെ കുറേ കഴിയണം. ഞാനൊക്കെ എത്ര പേരുടെ മുന്നിലായി ചെന്ന് നിൽക്കണോ? താമര അതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്റ്റാഫിൽ പലരുടെയും മുഖത്ത് സഹതാപം. ചിത്ര തന്നെയാണ് തുറന്നു ചോദിച്ചത്. അത് നടന്നില്ല അല്ലേ? സ്ത്രീധന പ്രശ്നത്തിലാവും തട്ടിപ്പോയത്. സാരമില്ല, തന്നെ പോലൊരു കുട്ടിയെ കിട്ടാൻ അയാൾക്ക് ഭാഗ്യമില്ലെന്ന് വിചാരിച്ചാൽ മതി. VIP വാർഡിൽ കഴിഞ്ഞിരുന്ന നോം എന്നൊക്കെ പറയുന്ന ആ തനി നമ്പൂതിരിയില്ലേ? മുഖം കണ്ടിട്ട് ഒരു പഞ്ചാരക്കുഞ്ചുവിന്റെ ലക്ഷണമുണ്ട്. പെണ്ണ് കണ്ട് നടക്കണ തരവാവും. ഒടുവിൽ ഏതെങ്കിലും ഒരു ഹിഡിമ്പിയെ തലയിൽ വെച്ച് കയറ്റും. ചിത്ര ചിരിച്ചു. താമര ചിരിച്ചില്ല. ആ ഓണപ്പൂവ് കൊഴിഞ്ഞു പോയതിൽ അവൾക്ക് പ്രത്യേകിച്ച് ദുഃഖവും തോന്നിയില്ല. ഇല്ലത്തെത്തിയാൽ പിന്നെ ഒന്നും ചിന്തിക്കാൻ നേരമില്ല. ഉണർന്നെഴുന്നേറ്റാൽ ഉറങ്ങാൻ കിടക്കും വരെ പണിയാണ്. അതിന് പശ്ചാത്തലമായി ഇടതടവില്ലാതെ സാവിത്രിയുടെ ശകാരവും. അതിന് കാര്യമൊന്നും വേണ്ട. ഒരു സാധനം എടുത്തെടുത്ത് വെക്കില്ല. എന്ത് ചെയ്താലും വൃത്തിയും വെടുപ്പുമില്ല. തൊട്ട കൈ തൂണിൽ തേക്കും. അഹമ്മദിയുടെ കൂമ്പ്, തറവാട് കുളം തോണ്ടാനായി പൊടിച്ച കുരുപ്പ്, ഇങ്ങനെ സ്ഥിരം വാചകങ്ങൾ പലതാണ്. രാത്രിയിൽ ഉറങ്ങും വരെ അമ്മായിയുടെ കാല് തടവി കൊടുക്കണം. അപ്പോഴും ശകാരം തുടരും. അതിനിടയിൽ ഉത്തര ഒരിക്കൽ കൂടി വന്നു. പെൺകൊട കഴിയും വരെ അമ്മായിക്ക് ഏറെ ഇഷ്ടം ഇളയ മകളോടായിരുന്നു. എന്നാൽ ഉത്തരയെ കണ്ടതും സാവിത്രിയുടെ മുഖം ഇരുണ്ടു. 6 മാസം കൂടുമ്പോഴേ ഊർമിള ഇലത്തേക്ക് വരും. വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അമ്മയ്ക്കൊരു നേരിയത് ഉറപ്പാണ്. മടങ്ങിപ്പോകുമ്പോൾ കണ്ണിൽ കണ്ടതെല്ലാം കെട്ടിപ്പെറുക്കി കൊണ്ടുപോകുമെന്നേ ഉള്ളൂ. ഉത്തര വന്നാൽ ഒരു മിഠായി പോലും കൊണ്ടുവരില്ല. ഉണ്ണികൃഷ്ണനെ സൽക്കരിക്കാൻ കടം വാങ്ങുകയും വേണം. നീ പോയിട്ട് 1 മാസമായില്ലല്ലോ കുട്ടി, എന്തേ വിശേഷം? സാവിത്രി തിരക്കി. ഉത്തര അവിടുന്ന് വഴക്കിട്ട് പോണതാണോ എന്നും അവർക്ക് ശങ്കയുണ്ടായിരുന്നു. ഇത് എന്റെ ഇല്ലമല്ലേ, ഇവിടേക്ക് വരാൻ ഞാൻ സമയം നോക്കണോ? അമ്മയ്ക്കെന്തേ പെൺകുട കഴിഞ്ഞ ശേഷം എന്നെ കാണണ്ടായെന്നായോ? ഉത്തര കരയാൻ തുടങ്ങി. പിന്നീട് സാവിത്രി ഒന്നും ചോദിച്ചില്ല. ഉണ്ണികൃഷ്ണനാണെങ്കിൽ വന്ന വഴി തൊടിയിൽ ചുറ്റാൻ പോയി. ഉണ്ണിക്ക് നന്നായിട്ടൊരു ചായ ഉണ്ടാക്ക്, സാവിത്രി താമരയോട് പറഞ്ഞു. ചക്ക വറുത്തതുണ്ടേച്ചാ കുറച്ച് പ്ലേറ്റിലെടുത്ത് വെച്ചോ. ഊണിന് മോര് കടു വറുക്കാം, പപ്പടവും കാച്ച. അവിയലും എരിശ്ശേരിയൊന്നും ഉണ്ടാക്കാൻ ഇനി നേരമില്ല. അതിനുള്ള കഷ്ണങ്ങളും ഇവിടെ ഉണ്ടാവില്ല. താമര തലകുലുക്കി. അവൾ ചായയും ചക്ക വറുത്തതും എടുത്തു വെച്ചപ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ മേശക്കരിയിലെത്തി. ആ കുളപ്പുരയുടെ അരികിൽ നിൽക്കുന്ന പ്ലാവ് നന്നേ മൂത്തതാണല്ലോ അമ്മേ. ഉണ്ണികൃഷ്ണൻ സാവിത്രിയോട് തിരക്കി. അതെ, എന്തേ? സാവിത്രി ആരാഞ്ഞു. അതങ്ങ് വെട്ടിയാലോ? എന്തിന്? സാവിത്രിക്ക് അങ്കലാപ്പായി. വെട്ടി അർപ്പിച്ചാൽ ഫർണിച്ചറിന് നന്നാ. ഇല്ലാത്താച്ച അത്യാവശ്യത്തിന് പോലും ഫർണിച്ചർ ഇല്ല. തെക്കിനിയുടെ 2 കഥകളും മാറ്റാനുണ്ട്. ഇവിടെ ഇപ്പം ഊട്ടിയും തേക്കുമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ പ്ലാവെങ്കിൽ പ്ലാവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. വെട്ടിമറിക്കണ കാര്യം ഞാൻ ഏറ്റു. വെട്ടുകൂലി കൊടുത്തേച്ചാ മതി അമ്മ. ഒരു ലോറിയിൽ കയറ്റി ഇവിടുന്ന് അയക്കണ കാര്യവും അമ്മ ഏക്കണം. ഉത്തരയുടെ ഇല്ലത്തുനിന്ന് എന്തൊക്കെ കൊണ്ടുവന്നു എൻ്റെ അമ്മയുടെ ചോദ്യത്തിന് ഒരു അറുതി വരുമല്ലോ. സാവിത്രിക്ക് കലശലായ വെറുപ്പ് തോന്നി. ഇയാൾ ഇവിടെ നിന്നാൽ ഇല്ലത്തിന്റെ കഴുക്കോൽ കൂടി വലിച്ചൂരി കൊണ്ടുപോകുമോ എന്നവൾ സംശയിച്ചു. എന്തേ അമ്മയൊന്നും മിണ്ടാത്തത്? ഉണ്ണി ചോദിച്ചു. ഞാൻ എന്ത് മിണ്ടാനാ? സാവിത്രി കൈമലർത്തി. പ്ലാവ് വെട്ടണ അച്ഛ ആണുങ്ങളോട് ചോദിക്കണ്ടേ? അച്ഛൻ ഉമ്മറത്തുണ്ട്, ഞാൻ ചോദിക്കാം. ആ പഴയ പ്ലാവ് വെട്ടിയെടുക്കണതിന് അച്ഛന് വിസമ്മതമൊന്നും ഉണ്ടാവില്ല. അച്ഛനോട് ചോദിച്ചിട്ട് കാര്യമില്ല, സാവിത്രി പറഞ്ഞു. തൊടിയിൽ അങ്ങനെ ഒരു പ്ലാവുള്ള കാര്യം പോലും അച്ഛന് നിശ്ചയം ഉണ്ടാവില്ല. പിന്നെ ആരോടാ ഇവിടെ ചോദിക്കേണ്ടത്? വേദവ്യാസം വരട്ടെ, അവനല്ലേ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. ഉണ്ണികൃഷ്ണന്റെ മുഖം കനത്തു. എങ്കിലും ചായയും പ്ലേറ്റിൽ വിളമ്പിയ ചക്ക വറുത്തതും അയാൾ ബാക്കി വെച്ചില്ല. താമരയുടെ ചക്കയും വറുത്തതും ചായയും കേമൻ. ഏമ്പക്കം ഇട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ചക്ക വറുത്തത് അധികം ഉണ്ടായിച്ച കുറച്ച് ടിന്നിലാക്കി തന്നയച്ചോളൂ. അവിടെ അമ്മയ്ക്ക് ചക്കയുപ്പേരി പ്രാണന.
സാവിത്രിക്ക് എങ്ങുമില്ലാത്ത ദേഷ്യം വന്നു. ചായയെ താമര ഉണ്ടാക്കിയോളൂ, ചക്ക വറുത്തത് ഞാനാ, അവർ പറഞ്ഞു. അതാണ് ചക്കയ്ക്കൊരു കരിവ്, ഉണ്ണി പറഞ്ഞു. വയസ്സായൊരു വറക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ചക്കുറവ് കൊണ്ട് മൂപ്പ് അറിയാൻ കഴിയില്ലേ. വങ്ങിയ വാസന വരുമ്പോഴാവും ധൃതി പിടിച്ച് കോരിയെടുക്കുക. എന്നാലും വേണ്ടിയില്ല, കുറച്ച് ടിന്നിലാക്കിക്കോളൂ. സാവിത്രി മറുപടി ഒന്നും പറഞ്ഞില്ല. ഇങ്ങനൊരെണ്ണത്തിന് എനിക്ക് തന്നൂലോ എന്ന ഭാവത്തിൽ ഉത്തര അമ്മയെ നോക്കി. ഉച്ചയൂണ് കഴിഞ്ഞതും ഉണ്ണികൃഷ്ണൻ പുറപ്പെടാൻ തയ്യാറായി. ചക്ക ഉപ്പേരി എടുത്തോ, അയാൾ സാവിത്രിയോട് തിരക്കി. സാവിത്രി ഒരു ടിന്ന് പൊതിഞ്ഞ് ഉണ്ണികൃഷ്ണന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഉത്തരയ്ക്ക് 2 ദിവസം ഇല്ലത്ത് പാർക്കണമെന്ന് ആശ, അതുകൊണ്ടാ ഞാൻ മടങ്ങാന്ന് വെച്ചത്, അയാൾ പറഞ്ഞു. വേദവ്യാസം വന്നാലുടൻ ആ പ്ലാവ് വെട്ടിക്കുക, അതിന്റെ തടി ഒരു ലോറിയിൽ അങ്ങോട്ട് എത്തിക്കണം. ആ കൂടെ ഒരു ടാക്സി പിടിച്ച് ഉത്തരയെ അയച്ചാ മതി. സാവിത്രി നടുങ്ങിപ്പോയി. അപ്പോ ഉത്തരയെ കൂടാതെ പോവാ ഉണ്ണി? ഉത്തരയ്ക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ പണിയൊന്നും ചെയ്യണ്ടാലോ. അവിടെ ആകുമ്പോ വാരികയും വായിച്ച് വെറുതെ കുത്തിയിരുന്ന അമ്മയുടെ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. എനിക്കാച്ച ഈ മോര് കടുവറുത്തതും പപ്പടം നുള്ളി കാച്ചിയതും കൂട്ടി ഊണ് കഴിക്കാനും വയ്യ. സാവിത്രി വല്ലാതെയായി. അവർ ഉത്തരയെ തേടി അകത്തേക്ക് ചെന്നു. ഉത്തര അപ്പോൾ താമരയുടെ കാതിൽ ചോദിക്കുകയായിരുന്നു, നീ കണ്ണനെ കാണാറുണ്ടോ? എന്തിനെ ഇനി ഇപ്പൊ അതൊക്കെ തിരക്കണത്? ഒന്ന് കാണാന്ന് വെച്ചാ ഞാൻ വന്നത്. എനിക്ക് ഈ മനുഷ്യനെ ഒട്ടും സ്നേഹിക്കാൻ കഴിയണില്ല. അത് കേട്ടുകൊണ്ടാണ് സാവിത്രി അകത്തേക്ക് വന്നത്. പഴയ പോലെ മകളെ ശാസിക്കാൻ ഒരുമ്പെട്ടില്ലവർ. നീ ഉണ്ണിയോടൊപ്പം പോണില്ലേ? മോര് കടുക് വറുത്തതും പപ്പടവും കൂട്ടി ഊണ് കഴിക്കാൻ അയാൾക്ക് വയ്യത്രേ. ഇവിടേക്ക് വരുമ്പോഴാവും പത്രാസ്. ഉത്തര വെറുവെറുത്തു. മുളക് പൊട്ടിച്ച് ഉണ്ണാൻ അവിടെ വല്ലായികയൊന്നും ഇല്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല, സാവിത്രി പറഞ്ഞു. നീ ഇപ്പൊ കൂടെ ചെന്നില്ലെങ്കിൽ ഇവിടുന്ന് പ്ലാവ് വെട്ടി കൊടുത്തയക്കേണ്ടി വരും. ഒപ്പം ടാക്സി പിടിച്ച് നീ തനിച്ചങ്ങോട്ട് ചെല്ലേണ്ടിയും വരും. ഞാൻ അങ്ങോട്ട് ചെല്ലണമില്ലെങ്കിലോ? എനിക്ക് മടുത്തു ആ നരകം. ജോലി കിട്ടാൻ പോന്ന ഏതെങ്കിലും കോഴ്സിന് ഞാൻ ചേർന്നോളാം. ഒരു 2 വർഷം കൂടി എന്നെ സഹിച്ചാൽ മതി. എന്തേലും ഒരു പണി ഞാൻ സമ്പാദിച്ചെടുത്തോളാം. അതുകൊണ്ട് ഉണ്ണികൃഷ്ണനല്ലേ ലാഭം? നിന്റെ സ്വർണവും പണവും എല്ലാം അവിടെ അല്ലേ? അയാൾ അത് കൊണ്ടുപോയി പിണ്ടം വെക്കട്ടെ. ഉത്തര തിരിഞ്ഞിരുന്നു. നിന്റെ പൊന്നു മോൾ അങ്ങനെ പറയരുത്, ഉത്തരയോട് യാചിച്ചു സാവിത്രി. നമ്മുടെ തൊടി വിറ്റ പണമാ. നിനക്ക് വല്ലതും പഠിക്കണം വെച്ചാലും അത് ഉപയോഗിക്കാലോ. നമ്മൾ വേറെ എവിടുന്ന് പണം ഉണ്ടാക്കും? വ്യാസൻ അറിഞ്ഞാൽ ചൂരല് കൊണ്ടേ മറുപടി പറയൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് എന്നെ പന്ത് തട്ടി കളിക്കോളി. കരഞ്ഞുകൊണ്ട് ഉത്തര എഴുന്നേറ്റു. ഒരു ദിവസം എന്റെ ശവം കാണും നിങ്ങൾ. ആ പണവും സ്വർണവും വാങ്ങിയെടുത്തിട്ട് എന്റെ മോളിങ് പോരെ. അമ്മ പിന്നെ എതിരൊന്നും പറയില്ല. കേഴും പോലെയാണ് സാവിത്രി പറഞ്ഞത്. നിന്റെ ഒരു തലയിലെഴുത്ത്, സ്വയം ശപിച്ചുകൊണ്ട് ഉത്തര സാരി മാറ്റി. അവളെ കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ അമ്പരപ്പ്. 2 ദിവസം ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട്? എന്റെ സ്വർണവും പണവും അവിടെ പൂട്ടി വെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ ഇവിടെ ഉള്ളവർ സമ്മതിക്കുവോ? നിങ്ങൾക്കാച്ച കാണുന്നതൊക്കെ അങ്ങോട്ട് കെട്ടിപ്പെറുക്കണം. എനിക്ക് തരാനുള്ളതൊക്കെ പെൺകൊടയൊക്കെ തന്നു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു പുൽനാമ്പ് പൊട്ടിക്കണം വെച്ചാ ഏട്ടയുടെ അനുവാദം വേണം. അപ്പോ ആ വരിക്കപ്ലാവും കൂഴപ്ലാവും ഒക്കെ നിൽക്കുന്നിടത്ത് നിൽക്കും. നിങ്ങളൊന്ന് അടക്കുക. ഉത്തര തിടുക്കം കൂട്ടി. ഉത്തരെ ഓർത്ത് താമരയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇതുപോലൊരു പെൺകുട നടക്കാതിരിക്കണതാണ് നല്ലതെന്ന് അവൾ കരുതി. വൈകുന്നേരം പൂന്താനത്തെ കാണാൻ ചേമഞ്ചേരി എത്തി. പടിപ്പുര കടന്നു വന്ന സ്നേഹിതനെ കണ്ടതും ജയന്തൻ നമ്പൂതിരി സന്തോഷാധിക്യത്താൽ ചാടി എഴുന്നേറ്റു. ആഹാ, ആരാ ഈ വരണത്? ഇപ്പോഴങ്ങോട്ട് ഓർത്തതേ ഉള്ളൂ. കാണാൻ വല്ലാതെ കൊതി തോന്നുകയും ചെയ്തു. എവിടെങ്കിലും കളിക്ക് പോയിട്ടുണ്ടാവുന്നു നിരീച്ചു. ആട്ടവിളക്കിന് മുന്നിൽ നിൽക്കാച്ചാലും തിരുമേനിക്ക് എന്നെ കാണണമെന്ന് കൊതിയുണ്ടായ ആ നിമിഷം ഇവിടെ പറന്നെത്തും ചേമഞ്ചേരി. അതിപ്പോ ബോധ്യായില്ലേ? ചേമഞ്ചേരി ചിരിച്ചു. ചേമഞ്ചേരിയുടെ ശബ്ദം പുറത്തു കേട്ടപ്പോഴേ അകത്തു നിന്നിരുന്ന സാവിത്രിയുടെ മുഖം ചുളിഞ്ഞു. ചേമഞ്ചേരിയെ നമ്പൂതിരിക്ക് എത്ര കണ്ട് ഇഷ്ടമായിരുന്നു, അത്ര കണ്ട് സാവിത്രിക്ക് വെറുപ്പായിരുന്നു അയാളെ. നമ്പൂതിരിയുടെ ആത്മതോടനായതുകൊണ്ട് മാത്രമായിരുന്നു അത്. അപ്പോ ഇന്ന് കളിയില്ല? ചേമഞ്ചേരിയെ പിടിച്ച് അരികിലിരുത്തി നമ്പൂതിരി. ഇന്നില്ല, ചേമഞ്ചേരി പറഞ്ഞു. മറ്റന്നാളുണ്ട്. ആര്യങ്കാവില് രുക്മണാംഗ ചരിതം. നാളെ ചരിതം 4-ാം ദിവസവും. എന്തേ, വരണോ? വരാം. മനസ്സിനാകെ സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു ഞാൻ. ഇയാളെ കണ്ടപ്പോഴാ ഒരാശ്വാസമായത്. നമ്പൂതിരി ഉള്ളു മുഴുവനായി തുറക്കണത് ചേമഞ്ചേരിയുടെ മുന്നിലാണ്. അങ്ങനെ അന്യന്മാരോട് സ്വന്തം കാര്യങ്ങൾ തുറന്നടിച്ച് പറയണതിലായിരുന്നു സാവിത്രിക്ക് ഏറെ ദേഷ്യം. ചേമഞ്ചേരിക്ക് ചായ എടുക്കാൻ ആവശ്യപ്പെട്ടാലോ എന്ന് കരുതി സാവിത്രി പാലിരുന്നെടുത്തുനിന്ന് എടുത്ത് മോരിൽ കമിഴ്ത്തി. നിന്റെ ഉത്തരയുടെ ആള് തീരെ പോരാ.
നമ്പൂതിരി ചേമഞ്ചേരിയോട് പറഞ്ഞു. താമരയുടെ ആലോചന തെറ്റിപ്പോയതിലും എനിക്ക് വിഷമം. അത് ഓർത്തിട്ടാ. ഉത്തരക്കുട്ടിയുടെ കാര്യം കഴിഞ്ഞില്ലേ? ചേമഞ്ചേരി ചോദിച്ചു. ഇനി മറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലാലോ. എന്നാൽ താമരക്കുട്ടിയുടെ കാര്യത്തിൽ ഞാനൊരു നല്ല വഴി കണ്ടിരിക്കണു. ഉമ്മറത്തിന്റെ വാതിലിന് പിന്നിൽ കാതുകൾ കൂർപ്പിച്ചു നിന്ന സാവിത്രിയുടെ നെഞ്ചിൽ ഒരു കല്ല് വീണു. എന്തേ? നമ്പൂതിരിക്ക് ആകാംക്ഷയായി. ഞാൻ ഇന്നലെ കറുത്തേടത്തില്ലത്ത് പോയിരുന്നു. എന്നിട്ട് അവിടുത്തെ കുട്ടനൊരു പെൺകിടാവിനെ വേണം. കോളേജ് ലെക്ചറർ ആള്. നല്ല പട്ട് സ്വഭാവം. അപ്പോ പഠിപ്പുള്ള കുട്ടിയായിരിക്കണം. നമ്പൂതിരി കണക്ക് കൂട്ടി. ഉദ്യോഗം വേണ്ടി വരും. കറുത്തേടത്തേക്കാവുമ്പം സ്ത്രീധനവും നിസ്സാരാവില്ല. ഒന്നും വേണ്ട തിരുമേനി. ചേമഞ്ചേരി ചിരിച്ചു. ഐശ്വര്യമുള്ള കുട്ടിയായിരിക്കണം. നല്ല സ്വഭാവമായിരിക്കണം. മറ്റൊന്നും നോക്കണില്ലെന്നാ അവിടുത്തെ ആത്തോലമ്മ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ തന്നെയാ ഉത്രത്തെ നമ്പൂതിരിയും പറഞ്ഞത്. എന്നിട്ട് അതെന്തായി? ഞങ്ങളിത് ആശിക്കണില്ല ചേമഞ്ചേരി. പാവപ്പെട്ട വല്ല ഇല്ലത്തൊന്നും ഒരാളെ കിട്ടുമോ എന്റെ കുട്ടിക്കായി? ഒരു ശാന്തിക്കാരനായാലും മതി. അതിൻ്റെതെന്ന് പറയാൻ അതിനൊരാളുണ്ടാവണം. ഞാൻ ഇനി എത്ര നാളുണ്ടാവും? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട തിരുമേനി, ചേമഞ്ചേരി അറിയിച്ചു. കറുത്തേടത്തെ ആത്തോലമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞു. നമ്മുടെ താമരക്കുട്ടിയെ സംബന്ധിച്ച എല്ലാം. ഒന്നും മറിച്ചിട്ടില്ല. എല്ലാം കേട്ടിട്ട് ആ ആത്തോലമ്മ പറഞ്ഞ എന്താന്നോ? എൻ്റെ കുഞ്ഞൂട്ടന് ഈ കുട്ടി മതിയെന്ന്. കുഞ്ഞൂട്ടൻ വന്ന് കുട്ടിയെ ഒന്ന് കാണണം. അയാൾക്ക് ഇഷ്ടമായെന്നൊരു മറുപടി പറഞ്ഞാൽ അന്ന് തന്നെ മുഹൂർത്തം നോക്കാത്രേ. പക്ഷേ വന്ന് കണ്ടിട്ട് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കഥകൾ കാണൂലോ ഈ നാട്ടുകാരുടെ കയ്യില്. ഇത് വേണ്ട ചേമഞ്ചേരി. നിന്റെ കുട്ടി എന്തിനാ വെറുതെ കരയിപ്പിക്കണത്? അത്ര ഭാഗ്യമൊന്നുമില്ല അതിന്. ഉണ്ടേച്ച മേൽപ്പാലോട് മാധവന്റെ മകളാ അവള്. ആ മേൽവിലാസം മതിയല്ലോ ഏത് പേര് കേട്ടെടുത്തെന്നും അവൾക്ക് ആലോചന വരാൻ. തിരുമേനി, ഞാൻ പറയണതൊന്ന് കേൾക്കുക, ചേമഞ്ചേരി യാചിച്ചു. ഉത്രത്തുനിന്ന് ആലോചന വന്നതും നാട്ടുകാർ മുടക്കിയതും അതിന് പിന്നാലെ അപവാദവും എല്ലാം ഞാൻ കറുത്തേടത്തെ ആത്തോലമ്മയോട് പറഞ്ഞു. അവർക്കതെല്ലാം വിശ്വാസമാവുകയും ചെയ്തു. അവരപ്പ ഇങ്ങടെ നിർബന്ധിക്കുക നമ്മുടെ താമരക്കുട്ടിയെ അവരുടെ കുഞ്ഞൂട്ടിന് തന്നെ കൊടുക്കണമെന്ന്. വാതിലിന് പിന്നിൽ നിന്ന സാവിത്രിയുടെ ക്ഷമ കെട്ടു. ചവിട്ടി കുതിച്ച് അവർ ഉമ്മറത്തേക്ക് വന്നു. അങ്ങനെ കൊടുക്കാൻ ഇവിടെ കുട്ടികളില്ല, സാവിത്രി വിളിച്ചു പറഞ്ഞു. അമ്മയില്ലാത്ത കുട്ടിയാച്ചാലും അവൾക്ക് ഞങ്ങളെല്ലാം ഉണ്ട്. കറുത്തേടത്തെ ആത്തോല് എത്ര നിർബന്ധിച്ചാച്ചാലും അതിന് പിന്നിൽ എന്തേലും കെണി കാണും. അവരുടെ മകൻ എന്തേലും അംഗഭംഗം അല്ലേച്ചാ പുറത്തറിയാത്ത മഹാരോഗം, അതും അല്ലേച്ചാ ദുഷ്പേരോ ദുർനടത്തയോ ജാതകപ്പിഴയുള്ളവനും ആകാം. അങ്ങനെ എന്തേലും തകരാറില്ലാതെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് കറുത്തേടത്തുനിന്ന് ഒരാലോചന വരില്ലേ ചേമഞ്ചേരി? ചേമഞ്ചേരി ശബ്ദിക്കാനാവാതെ ഇരുന്നു പോയി. ഒരു പെൺകൊട കഴിഞ്ഞതിന്റെ ദണ്ണം നെഞ്ചിൽ കിടന്ന് തിളക്കിയ. ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിയാൻ തയ്യാറല്ല ഞങ്ങൾ. മംഗല്യഭാഗ്യം ഇല്ലാച്ചാ വേണ്ട, അതിവിടെ നിന്നോട്ടെ. സാവിത്രി തിരിഞ്ഞ് അകത്തേക്ക് പോയി. അകത്തെ വാതിക്കലെല്ലാം കേട്ട് കുനിഞ്ഞ മുഖത്തോടെ താമര നിന്നു. നോക്ക്, താമരയുടെ നേർക്ക് സാവിത്രി കൈ ചൂണ്ടി. ഈ കേട്ടതൊന്നും കണ്ണടച്ച് വിശ്വസിക്കണ്ടാട്ടോ. എന്തോ ഭയങ്കരമായ ചതിയ. ഈ ചേമഞ്ചേരിയും അതിന് കൂട്ടാവും. അയാൾക്ക് അവർ പണം കൊടുത്തിട്ടുണ്ടാവും. അമ്മായി അസൂയ പറയാണെന്നേ ഇപ്പൊ നിനക്ക് തോന്നും. ഉത്രത്തൂന്ന് വന്ന അഴകിയ രാവണൻ എന്തൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് അവന്റെ പൊടി കണ്ടോ? പിന്നെ താമര മുഖമുയർത്തുകയോ ശബ്ദിക്കുകയോ ചെയ്തില്ല. ആത്തോലമ്മ എന്തൊക്കെ പറഞ്ഞാലും അവര് വന്ന് നമ്മുടെ താമരക്കുട്ടി ഒന്ന് കാണട്ടെ. ചേമഞ്ചേരി ശബ്ദം താഴ്ത്തി ജയന്തൻ നമ്പൂതിരിയോട് പറഞ്ഞു. ഇതിലെന്ത് ചതി ഉണ്ടായാലും അതിന്റെ ശിക്ഷ ഈ ചേമഞ്ചേരി ഏറ്റു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷമാണ് നമ്പൂതിരി ശബ്ദിച്ചത്. ശരി. കോളേജിൽ മലയാള അധ്യാപകനാണ് സുദേവൻ. അല്പസ്വല്പം എഴുതുകയും ചെയ്യും. തീർത്തും ലോലഹൃദയൻ. ഇല്ലത്ത് വിളിക്കണ പേരാണ് കുഞ്ഞൂട്ടൻ. സാമാന്യം നന്നായി കവിത ചൊല്ലുന്ന കുഞ്ഞൂട്ടന്റെ ക്ലാസ് കുട്ടികൾക്കെല്ലാം ഹരമാണ്. സുദേവ മാഷിന്റെ ക്ലാസ് ആരും കട്ട് ചെയ്യില്ല. കഥ പറയും പോലെയാണ് സൂമാഷ് ക്ലാസ് എടുക്കുന്നതെന്ന് പെൺകുട്ടികൾ പറയും. ക്ലാസ്സിലെ ചില പെൺകുട്ടികൾ തീർത്തും റൊമാൻറ്റിക്കായാണ് അയാളോട് ഇടപെടുക. ഒരു സാഹചര്യത്തിലും സൂമാഷിനെ പേടിക്കേണ്ടതില്ലെന്ന് അവർക്കറിയാം. അത്ര പാവം. മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങിയത് നീരജ എന്ന ദുശാട്ടിക്കാരിയാണ്. ഒരു ദിവസം അവൾ ഒരു കവിതയുമായി കോറിഡോറിലൂടെ തനിച്ച് നടന്നു വരുന്ന കുഞ്ഞൂട്ടന്റെ മുന്നിലെത്തി. 8-10 വരികളേ ഉള്ളൂ. കോറിഡോറിൽ വെച്ച് തന്നെ അയാൾ അത് വിടർത്തി നോക്കി. നല്ല രചന, ചിറക് വിടർത്തി ഉയരുന്ന ഭാവന, ഒരു കവി ഹൃദയം അവൾക്കുണ്ടെന്ന് കുഞ്ഞൂട്ടന് സ്പഷ്ടമായി. അതിന്റെ താല്പര്യവും തോന്നി. പക്ഷേ ആശയം ശുദ്ധമോഷണം. ജി ശങ്കരക്കുറുപ്പിന്റെ പ്രസിദ്ധമായ സൂര്യകാന്തി മാറ്റി എഴുതിയിരിക്കുകയാണ് അവൾ.
സാവധാനം വായിച്ചാൽ മതി സാർ. നീരജയുടെ വിറയാർന്ന സ്വരം. എന്നിട്ട് പിന്നീട് അഭിപ്രായം പറഞ്ഞാൽ മതി. വളരെ ചെറുതായതുകൊണ്ട് ഞാൻ ദാ വായിച്ചു കഴിഞ്ഞു. കുഞ്ഞൂട്ടൻ പുഞ്ചിരിച്ചു. ഈ കവിതയിലെ സൂര്യൻ അങ്ങാണ്, നീരജ പറഞ്ഞു. സൂര്യനെ നോക്കി തപസ് ചെയ്യണ പൂവ് ഞാനും. നോ, കുഞ്ഞൂട്ടൻ സൗമ്യമായി ചിരിച്ചു. എന്റെ കുട്ടികളെ, ഈ കവിതയിലെ സൂര്യൻ ആ പൂവിനെ നോക്കും പോലെ നോക്കാൻ എനിക്കാവില്ല. എന്റെ വിദ്യാർത്ഥികൾ എനിക്ക് എന്റെ മക്കളെ പോലാണ്. അത്ര കൊച്ചു പയ്യനുമല്ലല്ലോ ഞാൻ. 30 ഇനി കവിതയെക്കുറിച്ച് കുഞ്ഞൂട്ടൻ തുടർന്നു. ജി ശങ്കരക്കുറുപ്പ് സാറിന്റെ പ്രസിദ്ധമായ സൂര്യകാന്തി നീരജയും വായിച്ചു കാണുമല്ലോ. എന്തിനെ അതിനിങ്ങനെ ഒരു വ്യാഖ്യാനം? സ്വന്തമായ ആശയങ്ങൾ കണ്ടെത്തുക. തനിക്ക് നല്ല ഭാഷാപാഠവുമുണ്ട്. ധാരാളം വായിക്കുക. വായിക്കുന്നത് അതേപടി അനുകരിക്കരുത്. അനുഭവങ്ങൾക്ക് പക്വത വരുമ്പോൾ താൻ തെളിയും. കടലാസ് നീരജയുടെ നേർക്ക് നീട്ടി കുഞ്ഞൂട്ടൻ. ചീന്തി എറിഞ്ഞേക്കൂ സാർ. നീരജയുടെ തൊണ്ടയിടറി. അന്യന്റെ സൃഷ്ടികൾ ചീന്തി എറിയാൻ മാത്രം മഹാനല്ല ഞാൻ. കവിത നീരജയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് കുഞ്ഞൂട്ടൻ നടന്നു. ഇല്ലത്തെത്തി കുഞ്ഞൂട്ടൻ കുപ്പായം മാറ്റി 2ാം മുണ്ടെടുത്ത് പൊതച്ചപ്പോഴേക്കും ചൂട് ചായയുമായി അമ്മ. നങ്ങേമ്മ അന്തർജനം പിന്നിലെത്തി. ചെമ്പ് പാനയിൽ അട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചൂടോടെ 1ഓ 2ഓ എടുത്തിട്ട് വരട്ടെ അമ്മ. ചക്കപ്പഴം ചേർത്തതാ. നിനക്കിഷ്ടാണല്ലോ അത്. വേണ്ടമ്മേ. ചായ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് കുഞ്ഞൂട്ടൻ ക്ഷീണത്തിൽ നാലകത്തെ അരപ്ലേസിലിരുന്നു. അഭിമുഖമായി നങ്ങേമ്മയിരുന്നു. ആ മുഖത്ത് വല്ലാത്ത സന്തോഷം. ഇന്ന് ആ ചേമഞ്ചേരി വന്നിരുന്നു ഇവിടെ. ആ കഥകളി ആശാനോ? കുഞ്ഞൂട്ടൻ തിരക്കി. ആ, കളി കുറഞ്ഞപ്പോൾ അയാൾ കസാരൻ ദല്ലാള് പണിയൊക്കെ ആയിരിക്കണു. അമ്മയില്ലാത്തൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞായറാഴ്ച പോയി ഒന്ന് പെണ്ണ് കണ്ടേക്കാമെന്ന് ചേമഞ്ചേരി ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. എന്തിനാ അമ്മയെ സമ്മതിച്ചത്? കുഞ്ഞൂട്ടന് പരിഭ്രമം ഏറി. ഞായറാഴ്ച എന്ന് വെച്ചാ മറ്റന്നാളല്ലേ? അതിനെന്താ? നങ്ങേമ്മ ചോദിച്ചു. നിന്റെ വേളിക്കാര്യം ഇനിയും ദീർഘിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മകരത്തിൽ 30 കഴിഞ്ഞു. നരഹരി 26ാം വയസ്സിൽ വേട്ടു. ഉണ്ണിമായേടത് 18 കഴിഞ്ഞു. സോമബാലയ്ക്ക് 21 നിന്റേത് കഴിഞ്ഞിട്ട് വേണം അതിനെ അയക്കാൻ. അതിനുശേഷം വേണം ഭവദാസന്റെ നടത്താൻ. പണിയൊന്നും ഇല്ലാച്ചാലും അതിന് 25 കഴിഞ്ഞു. മതിയമ്മേ. കുഞ്ഞൂട്ടന് അസഹ്യതയായി. മതിയെന്നോ? നങ്ങേമ്മ കണ്ണു മിഴിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ആലോചനകൾ തെറ്റിപ്പോയതാ. അതിനെന്താ ജാതകത്തിലുള്ളത്? പലത് പറഞ്ഞൊഴിഞ്ഞു വിവാഹം എന്ന്. പക്ഷേ ഒടുവിൽ വരണത് മഹാലക്ഷ്മി ആയിരിക്കും അത്രേ. ചേമഞ്ചേരി ഒരു ഫോട്ടോ കൊണ്ടുവന്നിരുന്നു. ചെറുതാ, 4 ചിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലുള്ള കണ്ണുകൾ. എല്ലാവർക്കും ഇഷ്ടമായി. അതാ ഞാൻ വാക്ക് കൊടുത്തേ. എന്നെപ്പറ്റി എല്ലാം പറഞ്ഞോ? എല്ലാന്ന് വെച്ചാ നിന്റെ തെണ്ണക്കാര്യം. നങ്ങേമ്മയുടെ മുഖം മങ്ങി. ആലോചന വരുമ്പോഴേ തലക്കാട് വെട്ടണോ? വന്ന ആലോചനകൾ മുഴുവൻ പോയത് ഇങ്ങനെയാ. നിന്റെ ഒരു സത്യസന്ധത. പൊയ്ക്കോട്ടെ. കുഞ്ഞൂട്ടൻ നിശ്വസിച്ചു. എന്നെ അറിഞ്ഞിട്ട് എന്നെ ചുമന്നാ മതിയാരും. അത്ര മനസ്ഥിതി ആർക്കാ ഏട്ടാ ഉള്ളത്? അവിടേക്ക് വന്ന അനിയൻ ഭവദാസൻ കുഞ്ഞൂട്ടനോട് തിരക്കി. ഗതികെട്ട ഇടങ്ങളിൽ നിന്നുള്ള ആലോചനകൾ പോലും തെറ്റിപ്പോയില്ലേ? കാശുണ്ടെന്ന് വെച്ച് നിന്റെ കുട്ടിയെ കായലിൽ തള്ളാൻ പറ്റില്ല എന്ന് ഒരു നമ്പൂതിരി വന്ന് പറഞ്ഞത് ഏട്ടന് ഓർമ്മയുണ്ടല്ലോ. അത്തരക്കാരെടുത്ത് എന്തിനാ ഈ നേർബുദ്ധി? വേളി കഴിഞ്ഞാൽ പോലും നമ്മളായിട്ടൊന്നും അങ്ങോട്ട് പറയണ്ട. നല്ല കുട്ടിയാണെങ്കിൽ ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പൊയ്ക്കോളും. അത് തന്നെയാ ഞാനും പറയണത്. നങ്ങേമ്മ ഇളയ മകനെ പിന്താങ്ങി. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ എന്താ ഇപ്പം ഇത്ര കുഴപ്പം? എന്തോ സംഭവിച്ചെന്ന് വെച്ച് ഇനി അതുണ്ടാവണമെന്നുണ്ടോ? നമ്മൾ അങ്ങോട്ട് കയറി പറയുമ്പോഴാ ആളുകൾ ഭയന്നു പോകുന്നത്. ഏട്ടനാച്ചാ ഇത്തിരി കൂട്ടിയല്ലേ പറയൂ. ശരിയാ അത്. വീണ്ടും ഭവദാസനെ ശരിവെച്ചു നങ്ങേമ്മ. കുഞ്ഞൂട്ടനോട് അലിവുള്ളത് ദാസൻ ഒരാൾക്ക് മാത്രമാണെന്ന് ആ അമ്മയ്ക്കറിയാം. എങ്ങനെയായാലും എൻ്റെ പ്രശ്നം എന്നെ വിവാഹം ചെയ്യുന്ന പോകുന്ന പെൺകുട്ടി അറിഞ്ഞിരിക്കണം. കുഞ്ഞൂട്ടൻ്റെ നിലപാടിൽ മാറ്റമേ ഇല്ല. പെണ്ണ് കണ്ട് ജാതക പൊരുത്തം നോക്കി മുഹൂർത്തവും തീരുമാനിച്ചിട്ടല്ല അത് പറയേണ്ടത്. ആലോചനയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അറിയിക്കണം. താല്പര്യം അച്ഛാ മതി. അംഗഭംഗമുള്ള കുട്ടിയായാലും കുഴപ്പമില്ല. എനിക്കൊരു കുറവുള്ളത് കൊണ്ട് കുറവുള്ള ഒരാളെയാ നല്ലത്. പരസ്പരം മനസ്സിലാക്കുമല്ലോ. ഭവദാസൻ തിരിഞ്ഞ് അമ്മയെ നോക്കി. നങ്ങയമ്മയുടെ മുഖത്ത് നിസ്സഹായതയായിരുന്നു. ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് ദാസൻ സമ്മതഭാവത്തിൽ തലകുലുക്കി. ശരി എന്നിട്ട് തിരിഞ്ഞ് നടന്നുപോയി. നങ്ങയമ്മ ഇത്തിരി കൂടി കുഞ്ഞൂട്ടനോട് അടുത്തിരുന്നു. എന്നിട്ട് ചുറ്റും ഒന്ന് കണ്ണോടിച്ചിട്ട് ശബ്ദം താഴ്ത്തി. നീ ഇങ്ങനെ വാശി പിടിക്കരുത് എൻ്റെ കുഞ്ഞൂട്ടാ. വേളിക്കും
പെൺകൊടയ്ക്ക് ഒരു മറവും കളവും ഒക്കെ ആകാന്നുണ്ട്. എല്ലാം തുറന്നു വച്ച് പറഞ്ഞാൽ നിനക്കൊരു വേളി ഉണ്ടാവില്ല. നരഹരിക്കും ഉണ്ണിമായയ്ക്കും അച്ഛാ നീ വേളി കഴിക്കണതിൽ താല്പര്യവും ഇല്ല. നീ ഇങ്ങനെ നിന്നു പോയാൽ സ്വത്ത് 5 വായിക്കണതിന് പകരം 4 അവരുടെ ചിന്ത. എനിക്കതിൽ വിരോധമൊന്നും ഇല്ലാമേ. കുഞ്ഞൂട്ടൻ മുഖം തിരിച്ചു. വേളി നടന്നില്ലേ അച്ഛാ, ഞാൻ സന്യാസിയാവും. കുട്ടിക്കാലത്തെ സന്യാസത്തോടെ എനിക്ക് ഭ്രമമുള്ളതറിയാലോ. നങ്ങേമ്മ ഞെട്ടലോടെയാണ് അത് കേട്ടത്. ജോത്സ്യൻ ശ്രീമംഗലത്ത് ഭട്ടതിരിയുടെ സ്വരം അവരുടെ കാതിൽ മുഴങ്ങി. എത്രയും നേരത്തെ കുഞ്ഞൂട്ടൻ്റെ വേളി നടത്തുക. അധികം വൈകിയാൽ അയാൾ സന്യാസത്തിലേക്ക് തിരിഞ്ഞുകൂടാന്നില്ല. അത്തരം കുനിഷ്ടുകളും ജാതകത്തിൽ കിടക്കണുണ്ടേ. ശനിയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ആപത്തുകളും പതിയിരിക്കണുണ്ട്. ഒരു സൗഭാഗ്യ ജാതകം കൂടെ ചേരാച്ച അതേ ഉള്ളു പരിഹാരം. പെട്ടെന്ന് നങ്ങേമ എഴുന്നേറ്റു. കുഞ്ഞൂട്ടനോടൊന്നും പറയാതെ അവർ ഭവദാസന്റെ അരികിലെത്തി. നോക്ക്, കുഞ്ഞൂട്ടൻ പറയണതൊന്നും നീ കണക്കാക്കണ്ട. ദണ്ണക്കാരിയൊന്നും ചേമഞ്ചേരിയോട് പറയുകയും വേണ്ട. പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി കുഞ്ഞൂട്ടനോട്. ഇല്ല അച്ഛാ, ഈ ആലോചനയും വന്ന വഴിക്ക് പോകും. അമ്മയൊന്നും മിണ്ടണ്ട, ഭവദാസം പറഞ്ഞു. ഞാനും അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കണത്. ഈ ആലോചന നടന്നേ പറ്റൂ. എൻ്റെ വാശിയാ അത്. നടത്തില്ല എന്നും പറഞ്ഞിറങ്ങിയിരിക്കുകയല്ലേ സ്വന്തം ഏട്ടനും ഓപ്പോളും. അപ്പോഴേക്കും കുഞ്ഞൂട്ടൻ്റെയും ഭവദാസൻ്റെ ഏട്ടനായ നരഹരി രംഗത്തേക്ക് വന്നു. ഹരിയുടെ നിഴലായി പത്നി ലതയും ഉണ്ടായിരുന്നു. എന്തേ അമ്മയും കുട്ടിമോനും കൂടി ഒരു ഗൂഢാലോചന? ഹരി ചോദിച്ചു. കുഞ്ഞൂട്ടൻ്റെ വേളിക്കാരിയാണോ? എല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ള വേളി മതിയെന്നാവും ഇക്കുറി അയാളുടെ ശാഠ്യം. കുറ്റം പറയാനാവില്ല അമ്മേ. ചതിച്ച് വേളി നടത്തുന്നതിനോട് എനിക്കും അശേഷ യോജിപ്പില്ല. എനിക്കും, ലത പറഞ്ഞു. കുഞ്ഞൂട്ടൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. കുഞ്ഞൂട്ടൻ്റെ നേരെ മൂത്തവളും ഹരിയുടെ നേരെ ഇളയവളുമായ ഉണ്ണിമായയും നടുവകത്തെത്തി. അയാളുടെ വേളി അയാളുടെ ഇഷ്ടപ്പെട്ട് നടത്തിയാൽ മതിയെന്നേ. അയാളുടെ സന്മനസ്സിനെ കുറ്റമായി കാണണോ? നങ്ങേമിക്ക് നന്നേ ദേഷ്യം വന്നു. അത് അടക്കിക്കൊണ്ടാണ് അവർ മക്കളെ നോക്കിയത്. സന്മനസ്സുള്ളത് കൊണ്ടാണോ ഏട്ടയോപ്പോളും കുഞ്ഞോട്ടന് വേണ്ടി വാദിക്കുന്നത്? അല്ലാതെ പിന്നെ? ഉണ്ണിമായയോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ചാരുദത്തൻ ചോദിച്ചു. എന്നിട്ട് പത്നിയായ ഉണ്ണിമായെ നോക്കി അർത്ഥഗർഭമായൊന്ന് പുഞ്ചിരിച്ചു. നിക്ക് അതിൽ സംശയമുണ്ട്, നങ്ങേമ പറഞ്ഞു. പിന്നെ അവർ വെട്ടിത്തിരിഞ്ഞു നടന്നു. അപ്പോൾ ഏറ്റവും ഇളയവളായ സോമബാല കൂടി നങ്ങേമ്മയുടെ അരികിലെത്തി. കാതിലറിയിച്ചു. വലിയേട്ടയും ഏട്ടത്തി ഇത് തന്നെയായിരുന്നു തെക്കിനിയിൽ ഡിസ്കഷൻ. എങ്ങനെ ഈ ആലോചന തട്ടിത്തെറിപ്പിക്കാനാ അവരുടെ പ്ലാൻ? നങ്ങേമ്മയുടെ മുഖം മുറുകി. അതിനായി വെച്ച വെള്ളം അവർ വാങ്ങി വെക്കട്ടെ. മച്ചിൽ ഭഗവതിയും സർപ്പങ്ങളും ഉണ്ടേച്ച ഞാനിത് നടത്തും. പിറ്റേന്ന് രാവിലെ ചേമഞ്ചേരി വീണ്ടും പൂന്താനം ഇല്ലത്തെത്തി. ആശുപത്രിയിൽ പോകാനായി താമര മുറ്റത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എവിടെ താമരക്കുട്ടി അമ്മാമ്മ? ചേമഞ്ചേരിയുടെ മുഖത്ത് സന്തോഷത്തിന്റെ വിങ്ങൽ. ശ്രീലകത്ത, തേവാരം കഴിഞ്ഞില്ല. ഒരു വലിയ സന്തോഷ വാർത്ത ഉണ്ടോട്ടോ മോളെ. ആഹ്ലാദത്തിന്റെ നിറകണ്ണുകളോടെയാണ് ചേമഞ്ചേരി പറഞ്ഞത്. ഞായറാഴ്ച കറുത്തേടത്ത് ഇല്ലത്തുനിന്ന് കോളേജ് അധ്യാപകനായ കുഞ്ഞിക്കുട്ടൻ മോളെ പെണ്ണ് കാണാൻ വരും. ഒന്നും പേടിക്കണ്ട, എല്ലാം അറിഞ്ഞിട്ടാ വരണത്. ചേമഞ്ചേരിയുടെ നേരിട്ടുള്ള ഇടപാടായതുകൊണ്ട് ഇതിൽ യാതൊരു ചതിയും ഉണ്ടാവില്ല. മോളുടെ കാലക്കേടെല്ലാം മാറി. ഇനി അങ്ങോട്ട് താമരക്കുട്ടിക്ക് നല്ല കാലവാ. താമരയുടെ മുഖം വല്ലാതെയിരുന്നു. വിമ്മിട്ടം കൊണ്ട് അവൾക്ക് ശബ്ദിക്കാനുമായില്ല. കുട്ടിയുടെ അമ്മായി ഇതിനെതിരാണെന്നറിയാലോ. അമ്മാമ്മ പക്ഷേ സപ്പോർട്ടാ. മോളും ഒപ്പം നിൽക്കണം. ചേമഞ്ചേരിയെ നാണം കെടുത്തരുത്. എൻ്റെ മോളുടെ നന്മ മാത്രമേ ചേമഞ്ചേരി ആഗ്രഹിക്കണുള്ളൂ. എൻ്റെ കുട്ടികളിൽ ഒന്നായിട്ടേ ചേമഞ്ചേരി മോളെ കണ്ടിട്ടുള്ളൂ. താമരയുടെ കണ്ണുകൾ നിറഞ്ഞു. മുന്നോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് അവൾ വീണ്ടും നിന്നു. ആശുപത്രിയിലേക്കാച്ചാ കുട്ടി നടന്നോളൂ, ചേമഞ്ചേരി അറിയിച്ചു. തിരുമേനി തേവാരം കഴിഞ്ഞു വരും വരെ ഞാനിവിടെ ഇരുന്നോളാം. താമര മുന്നോട്ട് നടന്നു. ഉമ്മറത്തെ സ്റ്റൂളിൽ ഇരുന്നിട്ട് ചേമഞ്ചേരി അകത്തേക്കൊന്ന് എത്തി നോക്കി. അപ്പോഴാണ് അകവാതിൽ കത്തുന്ന മിഴികളുമായി നിൽക്കുന്ന സാവിത്രിയെ കണ്ടത്. ചേമഞ്ചേരി അറിയാതെ എഴുന്നേറ്റ് പോയി. നിങ്ങൾ ഈ ഇല്ലം മുടിച്ച് അടങ്ങൂ, സാവിത്രി ചേമഞ്ചേരിയോട് തിരക്കി. ഇവിടെ ഈ ആലോചന വേണ്ടാന്ന് പറഞ്ഞിട്ട് വിഴണയില്ലല്ലോ നിങ്ങൾ. താമരയോട് ഇതേപ്പറ്റി പറയേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാറ്റിനും ഉപരി ഇപ്പൊ ഈ ഇല്ലത്തെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് വേദവ്യാസനാ. അവനോട് ചോദിക്കാതെ ഇവിടത്തേക്ക് ഇപ്പോൾ ആരും വരണ്ട. ഞാൻ വാക്ക് കൊടുത്തു പോയി ആത്തോലമ്മേ, ചേമഞ്ചേരി തൊഴുതു. ഇയാള് വാക്ക് കൊടുത്തെങ്കിൽ ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവിടെയും കാണുമല്ലോ പെൺകിടാങ്ങൾ. ദൈവത്തെ ഓർത്ത് ആത്തോലമ്മ ഇങ്ങനൊന്നും പറയരുത്, ചേമഞ്ചേരി യാചിച്ചു. അമ്മയില്ലാത്ത കുട്ടിയല്ലോന്ന് ഓർത്താ അതിനു വേണ്ടി ഞാനിത് ചെയ്തത്. ഇത് നടന്നാൽ അത് രക്ഷപ്പെടും. കറുത്തേടവുമായുള്ള ബന്ധം കൊണ്ട് ഈ ഇല്ലത്തിന് പ്രയോജനം ഉണ്ടാവും.
അവർ വന്ന് കണ്ടിട്ട് തീരെ മനസ്സില്ലാച്ച വേണ്ടാന്ന് വെച്ചോളൂ. എന്നാലും ഒന്ന് വന്ന് കാണട്ടെ. പറഞ്ഞു പോയില്ലേ, ആഠ്യന്മാരാ അവര്, അപമാനിച്ചു എന്ന് വരണ്ടാലോ. അപ്പോഴേക്കും ജയന്തൻ നമ്പൂതിരി സാവിത്രിയുടെ പിന്നിലെത്തിക്കഴിഞ്ഞു. ആഠ്യന്മാരുടെ ആലോചനകളൊക്കെ ഇപ്പോഴാണല്ലോ ഇയാൾ കൊണ്ടുവരണത്? സാവിത്രി ചോദിച്ചു. ഞാൻ പെറ്റ കുട്ടികളുടെ പെൺകൊട കഴിഞ്ഞ ശേഷം അതുങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ആലോചന താൻ കൊണ്ടുവന്നോ? ഇല്ലല്ലോ. പൂന്താനം ജയന്തന്റെ കുട്ടികൾ തന്നെയല്ലേ അവരും. അവിടെ താൻ പക്ഷഭേദം കാട്ടി. കൃഷ്ണ, ചേമഞ്ചേരി തലയിൽ കൈവച്ചു. ഇങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കലേ ആത്തോലമ്മേ. ഞാനൊരു വിവാഹ ദല്ലാളൊന്നും അല്ല. എനിക്കറിയാവുന്ന ഒരിടത്ത് നിന്ന് ഒരാലോചന വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നല്ലതായത് താമരക്കുട്ടിയുടെ യോഗം. ആത്തോലമ്മയുടെ പെൺകുട്ടികൾക്കായി ഇങ്ങനൊന്ന് കൊണ്ടുവരാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അത് പക്ഷഭേദമായി കരുതരുതേ. എന്തിനാ ചേമഞ്ചേരി കമിഴ്ന്ന കുടത്തിൽ വെള്ളം പകരണത്? നമ്പൂതിരി ചോദിച്ചു. ഇയാൾ പറയണതൊന്നും താത്രിക്കുട്ടിക്ക് മനസ്സിലാവില്ല. ഇത്ര കഴുതയല്ല ഞാൻ. സാവിത്രി തിരിഞ്ഞ് ശുണ്ടിയിൽ നമ്പൂതിരിയെ നോക്കി. എല്ലാറ്റിനും പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് നന്നായി അറിയാം. സ്വന്തം മക്കളേക്കാൾ കേമിയാക്കണം മരുമകളെ. ഒടുവിൽ എന്താണ് ഉണ്ടാകാൻ പോകണമെന്ന് നോക്കിക്കോളൂ. ഗുളികൻ വിളയണ നാവ് വളച്ച് ഒന്നും പറയല്ലേ താത്രി. അവൾക്ക് എന്താണോ യോഗം അത് വന്നോട്ടെ. ആർക്കും അത് തിരുത്താനാവില്ലല്ലോ. ജനിച്ചപ്പോഴേ അമ്മ പോയി. അതിലധികം എന്താ അതിന് വരാനുള്ളതെന്ന് ഒന്ന് ഓർത്തു നോക്കുക. അതിപ്പോ എന്തോ ആവട്ടെ. സാവിത്രി കാതുപൊത്തി. നിന്റെ സമ്മതമില്ലാതെ ഞായറാഴ്ച കറുത്തെടുത്തുനിന്ന് ഇവിടെ പെണ്ണ് കാണാൻ വരുവച്ചാ അന്നേ ദിവസം സാവിത്രി ഇല്ലത്തുണ്ടായിരിക്കില്ല. നേരം പുലരും മുമ്പ് ഞാൻ തൃപ്പങ്ങാട്ടേക്ക് പോകും. ഓപ്പെ എനിക്കൊന്ന് കാണണം. തൃപ്പങ്ങോട്ട് തൊഴുതിട്ടും കുറേശ്ശെ കാലമായി. സമയം സന്ധ്യ കഴിഞ്ഞിട്ടേ ഞാൻ മടങ്ങി വരൂ. ഇങ്ങനെയൊരു വാശി വേണോ താത്രി? നമ്പൂതിരി കീണു. അവരൊന്ന് വന്ന് കണ്ടുവച്ചിട്ട് വേളി ഉറപ്പിക്കാനൊന്നുമില്ലല്ലോ. തനിക്ക് ഇഷ്ടമല്ലേ അച്ഛാ, വേണ്ടാന്ന് വെക്കാം. വന്ന് കണ്ടാൽ ഇത് നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയണു. ഇത് നടന്നാൽ ഈ ഇല്ലം മുടിയും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. വെട്ടിത്തിരിഞ്ഞ് സാവിത്രി അകത്തേക്ക് പോയി. നമ്പൂതിരി ദയനീയമായി ചേമഞ്ചേരിയെ നോക്കി. തിരുമേനി അല്പം തൻ്റെ ഇടം കാട്ടണം. അകത്തേക്കൊന്ന് എത്തി നോക്കിയിട്ട് ചേമഞ്ചേരി ശബ്ദം താഴ്ത്തി അറിയിച്ചു. ഇല്ലാച്ച, ഇവിടുത്തെ മരുമോള് കുട്ടി ഈ ജന്മം മുഴുവൻ ഈ ഇല്ലത്തെ അടിമയായി കിടന്ന് നരയിക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കാനും ആരും വരില്ല. തിരുമേനിയുടെ കാലം കഴിഞ്ഞാലത്തെ അവതിൻ്റെ അവസ്ഥ കൂടി ഒന്ന് ആലോചിക്കുക. നമ്പൂതിരിയുടെ മുഖത്ത് ഒരു ഞെട്ടലുണ്ടായി. ക്രമേണ അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇടം പ്രകടമായി. സാരയില്ല, ഞായറാഴ്ച ഞാനിവിടെ ഉണ്ടാവും. താമരി ഇത്തിരി ചായ അവർക്കുണ്ടാക്കി കൊടുക്കാൻ അവള് മതി. എങ്കിൽ അതങ്ങ് ഉറപ്പിക്കുക, ചേമഞ്ചേരി പറഞ്ഞു. ഞായറാഴ്ച ഞാനും ഇവിടെ ഉണ്ടാവും. ഞായറാഴ്ച കറുത്തേടത്ത് നാള് വരുമെന്ന് ഉറപ്പായതും സാവിത്രി പെട്ടെന്ന് തീരുമാനം തിരുത്തി. പറയാനല്ലേ ആവോ, പറയിപ്പിക്കാനാവോ? എനിക്കൊരു കടമയുണ്ടല്ലോ. അതുകൊണ്ട് തൃപ്പങ്ങോട്ട് പോകണത് അടുത്ത ആഴ്ചയാക്കാന്ന് വെച്ചു ഞാൻ. അവർ നമ്പൂതിരിയോട് പറഞ്ഞു. താൻ പോയാലും പെൺകൊട നടന്നേക്കാന്ന് സാവിത്രിക്ക് തോന്നി. എങ്കിൽ താൻ നിൽക്കണതല്ലേ നല്ലത്. എല്ലാരെയും ഒന്ന് കാണാലോ. തക്കം കിട്ടിയാൽ എന്തേലും ഒപ്പിക്കുകയാവാം. ഈ ആലോചന കൂടി ഒന്ന് പോയി കിട്ടണേ. സാവിത്രി ദൈവങ്ങളോട് തുടർച്ചയായി പ്രാർത്ഥിച്ചു. വഴിപാടുകൾ നേർന്നില്ല. കാരണം മുമ്പ് നേർന്ന വഴിപാടുകൾ ഇനിയും നടത്താനായില്ല. ശനിയാഴ്ച പാതിരാവ് കഴിയോളം സാവിത്രി താമരയ്ക്ക് ജോലികൾ നൽകി. ഒരാഴ്ചത്തേക്കുള്ള തേങ്ങ പൊതിപ്പിച്ചു. ചമ്മന്തിപ്പൊടി ഇടിപ്പിച്ചു. ഊണിനവർ നിന്നാൽ വായിക്ക് രുചിയെ വല്ലതും കൊടുക്കണ്ടേ? സാവിത്രി പറഞ്ഞു. ഇല്ലം മൊത്തം കഴുകി തുടപ്പിച്ചു. കയറി വരണവർക്ക് വൃത്തിയും വെടുപ്പും തോന്നണ്ടേ? സാവിത്രി ഉപദേശിച്ചു. ഞായറാഴ്ച പുലരും മുമ്പേ 4 വിളിച്ചുണർത്തി താമരയെ. കൊട്ടത്തളത്തിൽ കിടന്ന പഴയ ഓട്ടുപാത്രങ്ങൾ കഴുകിച്ചു. കുളപ്പുര തോപ്പിച്ചു. നല്ലൊരു ദിവസ, തൃക്കയിൽ പോയി തൊഴണേ കുട്ടി, ജയന്തൻ നമ്പൂതിരി താമരയെ ഓർമ്മപ്പെടുത്തി. പക്ഷേ പടിപ്പുരയ്ക്ക് മുന്നിലെ ഇടവഴിയിൽ കാറിന്റെ ശബ്ദം കേൾക്കും വരെ അവരെ കുളിക്കാൻ അനുവദിച്ചില്ല സാവിത്രി. ഇനിയിപ്പൊ കുളിക്കണ്ട, അവർ താമരയോട് കൽപ്പിച്ചു. മുഖം ഒന്ന് തുടച്ചാൽ മതി. കുളിക്കാതെ വേഷം മാറിയിട്ടും കാര്യമില്ലല്ലോ. അല്ലെങ്കിലും പത്രാസുകാരി കുട്ടിയാണെന്ന് അവർക്ക് തോന്നണ്ട. കഷ്ടപ്പാടാണെന്നറിഞ്ഞാലേ ഒരലിവ് തോന്നും. അപ്പോഴേക്കും താത്രിക്കുട്ടി എന്ന നമ്പൂതിരിയുടെ വിളി വന്നു. ചായച്ചരുവ അടുപ്പത്തേക്ക് വെച്ചോളൂ എന്ന് താമരയ്ക്ക് നിർദ്ദേശം നൽകിയിട്ട് സാവിത്രി പുറത്തേക്കൂടി. ഒരു പൂവിൻ്റെ മോഹം എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്